നമുക്ക് ചിലൊരു ദിവസം വരുന്നതാണ്. അതുകൊണ്ട് നമുക്കത് മുടക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇന്ന് നമ്മൾ അവതാരങ്ങളുടെ ശ്രീകൃഷ്ണൻ സർവ്വ അവതാരങ്ങളുടെ സ്രോതസ് എന്ന് പറയുന്ന ഭാഗമാണ് എടുത്തുകൊണ്ടിരുന്നത്. ഒന്നാമത്തെ ഖണ്ഡവുയില് 3-ാമത്തെ അധ്യായം. ഏത് ശ്ലോകം വരെയാണ് എടുത്തത്? കൽക്കി അവതാരം വരെ എടുത്തായിരുന്നു 25 വരെ. ആ, കഴിഞ്ഞ ക്ലാസ്സിൽ കൽക്കി അവതാരം വരെ എടുത്തായിരുന്നു. 25. അല്ലേ? ഇപ്പൊ കൽക്കിയുടെ പിതാവ് ആരായിരുന്നു എന്നാണ് കണ്ടത്? വിഷ്ണു യെസ്. വിഷ്ണു യെസ്. വിഷ്ണു യശ അല്ലെ? വിഷ്ണു. എന്ന് വരെ ഭാഗവതിൽ കണ്ടിരിക്കുക. അതായത് 4,32,000 വർഷം അവതരിക്കാൻ പോകുന്ന ഭഗവാന്റെ അവതാരത്തിന്റെ പിതാവ് ആരാണെന്ന് വരെ ശ്രീമദ് ഭാഗവതത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കലിയുഗത്തിന്റെ വർണ്ണന പറഞ്ഞിട്ടുണ്ട്. അത് അതിനേക്കാൾ ഭയാനകമായിട്ടുള്ള കാര്യങ്ങളാണ് കലിയുഗത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെ? പക്ഷെ എന്നിട്ടും പൂന്താനവും അവരൊക്കെ പറയുന്നു ഈ കലിയുഗമാണ് ഏറ്റവും വലിയ നല്ല യുഗം എന്നും പറയുന്നുണ്ട്, അല്ലെ? ഇത്രയും കൽമഷങ്ങൾ ഉണ്ടെങ്കിലും, കലിയുടെ ഇത്രയും പ്രഭാവങ്ങൾ ഉണ്ടെങ്കിലും, ഈ കലിയുഗത്തിൽ ഒരു പുൽക്കൊടി ആയിട്ടെങ്കിലും വന്ന് പിറക്കാൻ വേണ്ടിയിട്ട് ഉപരി ലോകങ്ങളിലുള്ളവരെല്ലാവരും കൊതിച്ചിരിക്കുകയാണ്, അല്ലെ? നൊയമ്പും നോറ്റ് കാത്തിരിക്കുകയാണ്. കാരണം എന്താണ്? ഇവിടെ വന്ന് ഒരു പുൽക്കൊടി ആയിട്ടിരുന്ന ഏതൊരു വൈഷ്ണവന്റെ പാദസ്പർശം ഏറ്റാൽ മതി, അല്ലെ? വൃന്ദാവനത്തിൽ ഒരു പുൽക്കൊടിയായിട്ട് വന്ന് ജനിച്ചാൽ മതി. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ശുദ്ധ ഭക്തർ നടക്കുന്ന കാലിന്റെ അടിയിൽ ചവിട്ടി അമർന്നാൽ തന്നെ മോക്ഷമാണ്, അല്ലെ? അപ്പം അതുകൊണ്ട് പിന്നെ 100 വർഷമേ ഉള്ളൂ ഇവിടുത്തെ ആയുസ്, അല്ലെ? മറ്റുള്ള യുഗങ്ങളിലൊക്കെ 1000, 10,000, 1,00,000 എന്നുള്ള രീതിയിലാണ്. അപ്പൊ അതുകൊണ്ട് അത്രയും വർഷം ധ്യാനം ചെയ്യുക. അതിന്റെ അവസാനം ആ ധ്യാനത്തിന് ഇളക്കം വരിക. വിശ്വാമിത്രനൊക്കെ 1,00,000 വർഷം ആയുസ്സുള്ള സതയുഗത്തിൽ വെച്ചിട്ട് നമുക്കറിയാം 60,000 വർഷം തപസ് ചെയ്തപ്പോൾ തന്നെ മേനക വന്ന് തപസ്സിലാക്കി. അപ്പം ഇതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് തന്നെ ശമ്പരശ്രീ വെള്ളത്തിന്റെ അടിയിൽ തപസ്സിരുന്നു. വെള്ളത്തിന്റെ അടിയിൽ തപസ്സിരുന്ന് കഴിഞ്ഞപ്പോൾ എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചത്? 2 മത്സ്യങ്ങള് തമ്മിൽ ഇണ ചേരുന്ന കണ്ടപ്പോഴത്തേക്കും അയാൾക്ക് എന്ത് ചെയ്തു? അയാൾക്ക് അയാളുടെ തപസ് ഇളകി. അയാൾ എന്നിട്ട് പിന്നെ തിരിച്ചു ചെന്നിട്ട് രാജാവിനോട് എന്താണ് വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞ രാജാവിന്റെ 50 മകളെയാണ് വിവാഹം കഴിച്ചതും. അങ്ങനെ 50 സ്ത്രീ കുട്ടികളെയാണ് വിവാഹം കഴിച്ചതും ഒക്കെ. അങ്ങനെ അതിന്റെ ആ കഥ പോകുന്നു. അപ്പൊ അതുകൊണ്ട് മറ്റുള്ള യുഗങ്ങളില് ഇതിലേക്ക് പോകുക എന്നുള്ളത് ഉപരിലോകങ്ങളിലൊക്കെ ഉള്ളവർക്ക് ആർക്കും തന്നെ പറ്റുന്നില്ല. കാര്യം കലിയുഗത്തില് വേറെ തലയും കുത്തി മറിഞ്ഞുന്ന കാര്യങ്ങളൊന്നും ചെയ്യണ്ട. വെറുതെ നാമസങ്കീർത്തനം മാത്രം ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് വിട്ടങ്ങ് പോകാം. അല്ല, ഒരേ ഒരു പ്രോസസ്സാണ് നാമസങ്കീർത്തനം. നാമസങ്കീർത്തനം വേദങ്ങൾ പഠിക്കണോ, ഉപനിഷത്തുകൾ പഠിക്കണോ, ശാസ്ത്രങ്ങൾ പഠിക്കണോ, അതൊന്നും വേണ്ട, അല്ലെ? വളരെ ഈസിയാണ് ജപിക്കാനായിട്ട്. പക്ഷെ നമുക്കത് ജപിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രശ്നം, അല്ലെ? അപരാധരഹിതമായിട്ട് നാമസങ്കീർത്തനം ജപിച്ച് നമ്മൾ അന്ത്യകാലത്ത് നമ്മൾ ഭഗവാനെ ഓർത്ത, ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്ന പോലെ അന്ധകാലയിച്ച മാമയിച്ച സ്മര മുക്ത കളയവര. അവസാന കാലത്ത് ആര് എന്റെ നാമം ജപിക്കുന്നു അവർ എന്റെ ലോകത്തിൽ വന്ന് എന്നോട് കൂടെ ജീവിക്കുമെന്ന് ഭഗവാൻ നമുക്ക് ഉറപ്പ് തരുന്നുണ്ട്. ആ ഒരു ഉറപ്പ്, ഭഗവാന്റെ കൂടെ നമുക്ക് ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്ര സാധാരണക്കാരായിട്ടുള്ള വ്യക്തികളല്ലല്ലോ അങ്ങനെ ജീവിക്കണമെങ്കിൽ, അല്ലെ? അല്ലെങ്കിൽ നമ്മൾ അജ്ഞാത സുഹൃതം കിട്ടിയവരായിരിക്കണം. അജ്ഞാത സുഹൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം അജാമിളിന്റെ കാര്യം അറിയാം. അങ്ങനെ ഓരോരുത്തർക്ക് അജ്ഞാത സുഹൃതം എന്ന് പറഞ്ഞ സംഭവം കിട്ടിയിട്ടുണ്ട്, അല്ലെ? അത് നമ്മുടെ പൂർവ്വജന്മ കർമ്മഫലങ്ങളായിട്ടായിരിക്കും ഈ അജ്ഞാത സുഹൃതം കിട്ടുന്നത്. എല്ലാവർക്കും ഒന്നും അത് കിട്ടത്തില്ല. ചിലരൊക്കെ ഇങ്ങനെ വെറുതെ നമുക്ക് കാണുക ഉഴപ്പി അടിച്ച് നടക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ഒരു കൃഷ്ണാനുഭവം ഉണ്ടായി, അവർ കൃഷ്ണഭക്തരായി, അവർ ഭയങ്കര ഭയങ്കര ഉയർന്നു പോകുന്നതാണ്. നമ്മളാണെങ്കിൽ വർഷങ്ങള് കൃഷ്ണാബോധം പ്രാക്ടീസ് ചെയ്ത് 16 റൗണ്ടും ചെയ്തിട്ട് നമുക്ക് കിട്ടുകയല്ലാത്ത സംഭവം മറ്റു ചിലർക്ക് വളരെ പെട്ടെന്ന്, വളരെ ഭൗതികതയിൽ ജീവിച്ചിട്ട് അടിച്ച് പൊളിച്ചിങ്ങനെ നടന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ഒരു നിമിഷം ഏതെങ്കിലും ഒരു കാര്യത്തിൽ സ്ട്രൈക്കായി. ചിലപ്പോ ഒന്നുകിൽ ഗുരുവായൂരമ്പലത്തിൽ പോകുമ്പോൾ ഉണ്ടായ ഒരു അനുഭവമോ,
അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കാം. അല്ലെങ്കിൽ ഒരു സ്വപ്ന ദർശനമോ, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളെ മീറ്റ് ചെയ്യുകയോ, ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് ഒരു ഗുരുവിനെ കാണുമോ, അയാൾ പറഞ്ഞൊരു വാക്ക് സ്ട്രൈക്ക് ആകുമോ, എങ്ങനെയായാലും ഏതെങ്കിലും കാരണം കൊണ്ട് പെട്ടെന്ന് വരുന്ന അവർ പെട്ടെന്ന് ആ, ഹൈ ലെവലിലേക്ക് പോകുന്നതും കാണാം അല്ലെ. നമ്മളൊക്കെ അന്തിച്ച് നിൽക്കും. നമ്മൾ ഇത്രയും നാള് പ്രാക്ടീസ് ചെയ്തിട്ട് നമുക്ക് ഇല്ലാത്ത ഒരു കാര്യം. അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെ നമ്മുടെ കാര്യങ്ങളെ മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ഇത് കാണേണ്ടതും ഒക്കെ ആരാണ്? ഇതൊക്കെ ഇവാലുവേറ്റ് ചെയ്യേണ്ടത് നമ്മളല്ല. നമ്മളുടെ ഹൃദയത്തിന് എത്രമാത്രം പവിത്രതയുണ്ട്. ഇങ്ങനെ ഇതൊക്കെ കാണുന്നത് ഹൃദയത്തിലിരിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ മനസ്സാക്ഷിയാണ് ഇത് കാണുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് നമ്മള് ഇതിനെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ആളല്ല. അതുകൊണ്ട് അവർക്ക് അങ്ങനെ സംഭവിച്ചു, അവരങ്ങനെയല്ലേ ചെയ്തത്, നമുക്ക് ഇങ്ങനെയല്ല. നമ്മളുടെ പൂർവ്വജന്മങ്ങളും അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മളെ മനസ്സെങ്ങനെയാണെന്നും അറിയാവുന്ന ഒരേ ഒരു വ്യക്തിയുള്ളൂ. പുറമേ നിന്ന് നമ്മൾ ഈ കാണുന്ന കാര്യങ്ങൾ കണ്ടിട്ട് നമുക്ക് മറ്റൊരാളെയും എന്താണ് വിമർശിക്കാനോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാനായിട്ടോ അധികാരമില്ല എന്നുള്ളത് മാത്രം നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അപ്പം ഈ കൽക്കിയുടെ അവതാരത്തെ പറ്റിയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. കൽക്കിയുടെ അവതാരം നമ്മൾ കണ്ടു. ആ ഒരു ശ്ലോകം അല്ലേ, ഏതായിരുന്നു? ഓർക്കിലെത്രയും പേടിയാമിന്നിമേൽ കൽക്കിയായിട്ടവതരിക്കുന്നതും ഖഡ്ഗവുമേന്തി മ്ലേച്ഛരെയൊക്കെയും വെക്കം കൊൽവതും കാണേണം ഗോവിന്ദ. അവ്വിധമായ പത്തവതാരവും ചൊവ്വോടു ചൊൽവാനാർക്കു കഴിയുന്നു. ദൈവമേ തവ കാരുണ്യം കൊണ്ടുമേ കൈവരേണമേ കൈവല്യം ഗോവിന്ദാം. അന്തമില്ലാതെ ഞാൻ ചെയ്ത പാപങ്ങൾ നിന്തിരുവടി നീക്കിക്കള അന്ത്യകാലത്തു മുക്തിയെ നൽകുവാൻ ബന്ധു നീയല്ലാതില്ലാരും ഗോവിന്ദ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഉദ്ധരിക്കായി വരേണം നിന്നാമങ്ങൾ വിശ്വനായക വിഷ്ണു നമോസ്തുതേ. അപ്പൊ എന്താണ് പറയുന്നത്? അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഉച്ചരിക്കായി വരേണം നിൻ നാമങ്ങൾ വിശ്വനായക വിഷ്ണു നമസ്തുതേ. നമ്മൾ ഇത് ശ്ലോകം എന്ത് കണ്ടു കഴിഞ്ഞാൽ അവസാനം അതിന് നാമസങ്കീർത്തനത്തിനെ പറ്റിയാണ് പറയുന്നത് അല്ലെ. വെറുതെ പൂന്താൻ എന്താണ് പറയുന്നത്? വെറുതെ പൊഴിയായിട്ട് മറ്റൊരാളെ കളിയാക്കിയിട്ടോ അങ്ങനെ പോലും അറിയാതെയെങ്കിലും നാമം ജപിക്കൂ എന്നാണ് പൂന്താനം പോലും നമ്മളോട് പറയുന്നത് അല്ലെ. നമ്മൾ ജ്ഞാനപ്പാലിക്കാതെ കണ്ടിട്ടുണ്ടല്ലേ. സ്വപ്നത്തിലും സ്വപ്നത്തിലാണെങ്കിലും കുഴപ്പമില്ല, അറിയാതെ ആണെങ്കിലും കുഴപ്പമില്ല, ഒരാളെ കളിയാക്കാനോ അപമാനിക്കാനോ ആണെങ്കിലും വേണ്ടില്ല, നാമം ജപിക്കാണ്. കംസൻ എങ്ങനെയായിരുന്നു നാമം ജപിച്ചുകൊണ്ടിരുന്നത്? വിദ്വേഷത്തിന്റെ ഭാവത്തിലാണ് ജപിച്ചുകൊണ്ടിരുന്നത് അല്ലെ. നാമം ജപിക്കുമെന്ന് അയാൾക്ക് അറിയില്ലായിരുന്നു. കൃഷ്ണ കൃഷ്ണ എന്ന് എപ്പോഴും വിചാരിച്ചുകൊണ്ട് അവനെ കൊല്ലണം എന്നുള്ള ധാരണത്തിൽ വിചാരിച്ചുകൊണ്ട്, പക്ഷെ ആ കൃഷ്ണൻ എന്നുള്ള നാമത്തിന്റെ ആ ഒരു മഹിമ കൊണ്ട് അദ്ദേഹത്തിന് വൈകുണ്ഠ ലോകപ്രാപ്തി ഭഗവാൻ കൊടുത്തു. ഏത് സമയവും നമുക്കങ്ങനെ ഭഗവാനെ ഏത് സമയത്ത് വിചാരിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഇതൊരു ദുഷ്ടന് ഏത് സമയം വിചാരിച്ചുകൊണ്ടിരിക്കാനായിട്ട് പറ്റി? വിരോധ ഭാവത്തിലാണ് വഹിച്ചെങ്കിലും ഭഗവാന്റെ നാമത്തിന് അത്ര പൊട്ടൻസിയാണ് അല്ലെ. അല്ലെ, ഭഗവാന്റെ നാമത്തിന്റെ പൊട്ടൻസി കൊണ്ടാണ്, ഒന്നുകൊണ്ട് മാത്രമാണ് എന്ത് കിട്ടിയത്? കംസന് വൈകുണ്ഠ ലോക പ്രാപ്തി കിട്ടിയത്. അതുപോലെ നമുക്കറിയാം പൂതനയ്ക്ക് വിഷമാണ് സ്ഥലങ്ങളിൽ തേച്ചു കൊടുത്തത് അല്ലെ. പക്ഷെ ഭഗവാൻ എന്താണ്, ആ അമ്മയുടെ ഭാവം അവിടെ വന്നത് കൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? വൈകുണ്ഠത്തിൽ യശോദാമ്മയ്ക്കും അങ്ങനെ ദേവകി മാതാവിനൊക്കെ കൊടുക്കുന്ന ആ ഒരു സ്ഥാനം ഭഗവാൻ കൊടുത്തു. അപ്പൊ ഇങ്ങനെ അജ്ഞാത സുകൃതി എന്ന് പറയുന്ന സംഭവം കൂടെ കൂടി നമുക്ക് വരികയാണ്. ഇനി അടുത്തത് 26-ാമത്തെ ശ്ലോകം തൊട്ടാണ് നമ്മൾ എടുക്കുന്ന ഇന്നത്തെ ക്ലാസ്സില്. അപ്പം നോക്കാം നമുക്ക് എങ്ങനെയാ പറ്റുന്നത്. ഇങ്ങനെ എനിക്ക് ഹരേ കൃഷ്ണ. ശ്രീരഞ്ജിനി മാതാജി, ഹരേ കൃഷ്ണ. ഒരുപാട് നാളായി മാതാജിയെ കണ്ടിട്ട്. വെൽക്കം ബാക്ക്. ഞാൻ ഇടയ്ക്കൊന്ന് മെസ്സേജ് ഒക്കെ അയക്കണമെന്ന് തോന്നുന്നു മാതാജിക്ക് എന്നാ പറ്റിയെന്ന് ചോദിക്കാനായിട്ട്. പക്ഷെ സമയം കിട്ടാറില്ല, മറന്നും പോയി ഇടയ്ക്ക്.
ഓക്കെ, അപ്പൊ നമ്മള് കണ്ടത് അപ്പം കൽക്കി അവതാരം കഴിഞ്ഞു. ഇനി ഇപ്പൊ അടുത്ത് ഏതാ അവതാരത്തെ പറ്റിയാണോ പറയുന്നത്? ഇനി അവതാരങ്ങളൊക്കെ തീർന്നോ? ഇപ്പൊ എത്രാമത്തെ അവതാരമായിരുന്നു കൽക്കി? 22. 22 വരെ കണ്ടല്ലേ? ഉം. എന്താണ് അനന്തരം ഈ ഇരു യുഗങ്ങളിലെ സംയോജന കാലഘട്ടത്തിൽ സൃഷ്ടികർത്താവായ ഭഗവാൻ വിഷ്ണു യശന്റെ പുത്രനായി കൽക്കി ഭഗവാൻ അവതരിക്കും. ആ സമയത്ത് ഭൂമിയിലെ ഭരണകർത്താക്കൾ കൊള്ളക്കാരായി അധപ്പതിച്ചിരിക്കും. അതാണല്ലോ നമ്മൾ കണ്ടതല്ലേ? ഓർക്കിലിത്രയും പേടിയാമിന്നിമേൽ കൽക്കിയായിട്ട് അവതരിക്കുന്നതും ഖഡ്ഗവുമേന്തി മ്ലേച്ഛരെയൊക്കെയും വെക്കം കൊല്ലുവതും കാണണം ഗോവിന്ദ. ആരൊക്കെയാണ് മ്ലേച്ഛർ എന്ന് നമുക്ക് ഇപ്പൊ ഈ കലിയുഗത്തിൽ ജീവിച്ചിരിക്കുന്ന നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നമ്മളുടെ ചുറ്റോടി ചുറ്റും തന്നെ അവരുടെ മ്ലേച്ഛന്മാരുടെ ഒക്കെ ആധിപത്യം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ഭൂമികളൊക്കെ നമ്മളുടെ കയ്യിൽ നിന്ന് കൈവിട്ട് പോകാറായിട്ടുള്ള ഒരവസ്ഥ വന്നിരിക്കുകയാണ്. നമുക്ക് ക്ഷേത്രത്തിൽ പോകുന്നതിനും ഒക്കെ തന്നെ മറ്റുള്ള ആൾക്കാരുടെ അടുക്കൽ നിന്ന് ക്ഷേത്രഭൂമിയൊക്കെ അവരുടെ ആയി മാറിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ പോകുന്ന ആരാധന നടത്താൻ അവരുടെ അനുവാദം മേടിക്കേണ്ടി വരുന്നു. അങ്ങനെയൊക്കെ പല കാര്യങ്ങളൊക്കെ വന്നിട്ട് നമ്മളുടെ കയ്യിൽ നിന്ന് നമ്മളുടെ പിടിപ്പുകേട് കൊണ്ട് നമുക്കെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ മ്ലേച്ഛന്മാര് ഇപ്പൊ തന്നെ ഇത്ര ആണെങ്കിൽ കലിയുഗം ഇനി 5500 വർഷങ്ങളെ കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയും കിടക്കല്ലേ 4,33,000. കുറച്ചുകൂടെയൊക്കെ വരുമ്പം നമുക്ക് വഴിയിലൊക്കെ ഇറങ്ങി നടക്കണമെങ്കിൽ കപ്പം കൊടുക്കേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരും. പിന്നെ നമ്മൾ പലായനം ചെയ്ത് നമ്മൾ എങ്ങോട്ട് പോകും? നമുക്ക് ഭാരതത്തിൽ നിന്ന് പലായനം ചെയ്ത് എങ്ങോട്ട് ഓടാൻ പറ്റും? നമുക്ക് വേറെ രാജ്യമുണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് എല്ലാവരും എന്താണ് ഈ ചുരുങ്ങിയ കാലയളവില് നമുക്കിനി എത്രയാണോ ഭഗവാൻ ആയുസ് തന്നിരിക്കുന്നത് ആ സമയത്തിനുള്ളിൽ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ നോക്കുക. വീണ്ടും ഇങ്ങോട്ടേക്ക് ജനിക്കേണ്ടി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ഥിതി വളരെ മോശമാണ്. നമുക്ക് ഭക്തിയുത സേവനം നമ്മുടെ സ്വന്തം വീട്ടിലിരുന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം ഞങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നതൊക്കെ എത്ര ബുദ്ധിമുട്ടി എത്ര സെക്യൂർഡ് ആണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ അത് അനുവദനീയമല്ല. അതുകൊണ്ട് അപ്പൊ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ സ്വന്തം നാട്ടിൽ നമുക്ക് അത് അനുവദനീയമല്ലാത്ത കാലം വളരെ വിദൂരമല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ഇനി നമുക്കൊരു ജന്മം വേണ്ട എന്നുള്ള കാര്യമാണ്. ജന്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ജന്മമൃത്യു ജരാവ്യാധി ദുഃഖദോഷാന ദർശനങ്ങളിൽ കൂടെ പോകാനും അതുപോലെ തന്നെ എന്താണ് 3 തരം ദുരിതങ്ങൾ ആദിദൈവിക ആദിഭൗതിക ആധ്യാത്മിക ക്ലേശങ്ങളിൽ കൂടെ കടന്നു പോവുക എന്നൊക്കെ തന്നെയും വളരെ വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മള് എന്താണ് ദയവ് ചെയ്ത് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഭഗവാനോട് നമ്മളൊരു പ്രാർത്ഥന എങ്ങനെയെങ്കിലും ഈ ഈ കലിയുഗത്തിൽ ഇനി ജനിക്കാനായിട്ട് ഇടതരുത് ഭഗവാനെ. എങ്ങനെയെങ്കിലും നിന്റെ നാമം ഉച്ചരിച്ചിട്ട് അവസാന സമയത്ത് നിന്നെ സ്മരിച്ചിട്ട് നിന്റെ അടുത്തേക്ക് എത്തിച്ചേരാനായിട്ടുള്ള എനിക്ക് ഉം, അവസരം തരണം എന്ന് മാത്രം പ്രാർത്ഥിക്കുക. മറ്റുള്ള ഒരു കാര്യങ്ങളും ഭഗവാനോട് ചോദിക്കാതെ ഇരിക്കുക. അപ്പം അടുത്തത് 26-ാമത്തെ ശ്ലോകം. അവതാരോഹ്യ സംഖ്യേയ ഹരേ സത്വനിധേർദ്വിജ യഥാ വിദാസീന കുല്യാ സരസസ്യു സഹസ്രശഃ. ഹരേ കൃഷ്ണ. മല്ലിക മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതി വാസുദേവായ. ശ്ലോകം 26. അവതാരാഹ്യ സംഖ്യേയ ഹരേ സത്യനിധേ യഥാ വിദാസിന തുല്യാ സരസ സ്യു സഹസ്രശ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സബിത മാതാജി. ഹരേ കൃഷ്ണ. അവതാര ഹൈ അസംഖ്യേയ ഹരേ സത്വനിധേർദ്വിജ യഥാ വിദാസിന കുല്യേ സരസാസ്യു സഹസ്രശ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദരുടെ പദാനുപദ തർജ്ജമ. അവതാരോ അത് ജ്ഞാനാംബിക മാതാജി എന്ന് വായിച്ച്. അർത്ഥമാണോ പ്രഭു? പദാനുപദ തർജ്ജമ. ഹരേ കൃഷ്ണ. പദാനുപദ. ആ ആ ആ മുഹമ്മദ്. ഓം നമോ ഭഗവതേ വാസുദേവായ. അവതാര അവതാരങ്ങൾ താഴെ ഈ നിശ്ചയമായും
അസംഖ്യയ അസംഖ്യം ഹരേ ഹരിയുടെ സപ്തനിരേ സാഗരദേവതയ്ക്ക് ദ്വിജ ബ്രാഹ്മണർ യഥാരൂപം അവിദാസിന അക്ഷയങ്ങളായ കുല്യ ചിറ്റാറുകൾ സരസ്സുകളിൽ വലിയ തടാകങ്ങളിൽ സ്യു ആകുന്നു സഹസ്രശ ആയിരക്കണക്കിന്. മതിയോ അത് കൃഷ്ണ? കൃഷ്ണ. വിവർത്തനം ഭാവാർത്ഥം ഡിവൈൻ ഗ്രേസ് എ.സി. ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ്. ജയ ശ്രീല പ്രഭുപാദ്. അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠരെ, അക്ഷയമായ ജലസ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ചിറ്റാറിനെ പോലെ ഭഗവാന്റെ അവതാരങ്ങൾ അസംഖ്യമാണ്. അപ്പം ഭഗവാന് അവതാരങ്ങൾ നമ്മൾ ഈ പറയുന്ന കണക്കുകളിൽ നിന്ന് നമ്മളിപ്പോ 22 വരെ കണ്ടായിരുന്നു അല്ലെ. അപ്പൊ അങ്ങനെ ഈ ഭഗവാന്റെ അവതാരങ്ങളൊക്കെ അസംഖ്യമാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ് അല്ലെ. ഒരാൾക്ക് എണ്ണിത്തിട്ടപ്പെടുത്താനായിട്ട് സാധിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഭഗവാൻ ദശാവതാരം ആണ് എന്നുള്ള കൺസെപ്റ്റ് ആ ഓർഡർ അല്ല എന്നൊക്കെ നമ്മൾ കണ്ടു അല്ലെ. നമ്മൾ ആ 22 അവതാരങ്ങളെ കണ്ടത് അതിന്റെ ഓർഡർ, ഭാഗവത്തിൽ പറഞ്ഞിരിക്കുന്ന ഓർഡർ നമ്മൾ കണ്ടു അല്ലെ. അപ്പം അതിന്റെ ഭാവാർത്ഥം നമുക്ക് രണ്ടുപേർക്കായിട്ട് വായിക്കാം. കൃഷ്ണകുമാരി മാതാജി അതിന്റെ ആദ്യത്തെ പാരഗ്രാഫ് വായിച്ച്. കൃഷ്ണകുമാരി മാതാജി ഉണ്ടോ? ഉറങ്ങിയില്ലല്ലോ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. അതിന്റെ ഹരേ ആദ്യത്തെ കൃഷ്ണ. പാരഗ്രാഫ് ഭാവാർത്ഥമാണ് പ്രഭു. ഭാവാർത്ഥം. ഭാവാർത്ഥമാണ് പ്രഭു. അതെ മാതാജി. ഹരേ കൃഷ്ണ. ഇവിടെ നൽകിയിരിക്കുന്ന പരമദിവോത്തമ പുരുഷന്റെ അവതാര പട്ടിക അപൂർണമാണ്. സർവ്വ അവതാരങ്ങളുടെ ഭാഗിക വീക്ഷണം മാത്രമാണിത്. ശ്രീ ഹയഗ്രീവൻ, ഹരി, ഹംസൻ, കൃഷ്ണിഗർഭൻ, വിഭു, സത്യസേനൻ, വൈകുണ്ഠൻ, സാർവഭൗമൻ, വിഷക്സേനൻ, ധർമ്മസേതു, സുധാമായോഗേശ്വരൻ, പൃഗത്ഭാന തുടങ്ങിയവരും പൂർവ്വകാലത്തെ മറ്റുള്ളവരും അങ്ങനെ അസംഖ്യം പേരുണ്ട്. ശ്രീ പ്രഹ്ലാദ മഹാരാജ ഇപ്രകാരം പ്രാർത്ഥിക്കുകയുണ്ടായി: എന്റെ പ്രിയ പ്രഭു, എത്രത്തോളം ജീവിവർഗങ്ങൾ ഉണ്ടോ, അതായത് ജലജീവികൾ, പച്ചക്കറികൾ, ഉരകങ്ങൾ, പക്ഷികൾ, ജന്തുക്കൾ, മനുഷ്യർ, ദേവന്മാർ തുടങ്ങിയ സർവ്വ ജീവിവർഗങ്ങളുടെ വിശ്വാസികളുടെ സംരക്ഷണാർത്ഥവും അവിശ്വാസികളുടെ ഉന്മൂലനാർത്ഥവും അങ്ങ് അവതരിച്ചു. വിവിധ യുഗങ്ങൾക്ക് കാരണീയമാം വിധം അങ്ങ് സ്വയം അവതരിച്ചു. കലിയുഗത്തിൽ അങ്ങ് ഭക്തനായി അവതരിച്ചു. കലിയുഗത്തിലെ ഈ ഭഗവത് അവതാര ശ്രീ ചൈതന്യ മഹാപ്രഭു ആകുന്നു. ഭാഗവതത്തിലും മറ്റ് ധർമ്മശാസ്ത്രങ്ങളും നിരവധി ഇടങ്ങളിൽ ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ ഭഗവത് അവതാരമായി സുവ്യക്തമായി പ്രതിപാദിച്ചിരിക്കുന്നു. ശ്രീരാമൻ, നരസിംഹം, വരാഹം, മത്സ്യം, കൂർമ്മം തുടങ്ങി മറ്റനേക അവതാരങ്ങൾ ഉണ്ടെങ്കിലും ചിലപ്പോഴൊക്കെ ഭഗവാൻ സ്വയം വ്യക്തിരൂപത്തിൽ അവതരിക്കുമെന്ന് പരോക്ഷമായി സൂചിപ്പിച്ചിരിക്കുന്നു. ആകയാൽ ശ്രീകൃഷ്ണ ഭഗവാനും ശ്രീ ചൈതന്യ മഹാപ്രഭു ഭഗവത് അവതാരങ്ങളല്ല. നേരെ മറിച്ച് അടുത്ത ശ്ലോകത്തിൽ സുവ്യക്തമായി വിശദമാക്കുന്നു. ആകയാൽ ഇത്തരം പ്രതിപാദിക്കപ്പെടാത്ത അസംഖ്യ അവതാരങ്ങളുടെ അക്ഷയ ഉറവിടമാണ് ഭഗവാൻ. എന്നാൽ അത്തരം അവതാരങ്ങളെ ജീവാത്മാക്കളാൽ നിർവഹിക്കാൻ സാധ്യമല്ലാത്ത സവിശേഷമായ അതിമാനുഷികമായ കൃത്യങ്ങളാൽ വേർതിരിച്ചറിയുന്നു. ആധികാരികമായ ഭഗവത് അവതാരങ്ങളെ പ്രത്യക്ഷമായും പരോക്ഷമായും തിരിച്ചറിയാനുള്ള സാമാന്യ പരീക്ഷണം ആണിത്. വായിക്കട്ടെ പ്രഭു? ബാക്കിയൂടെ വായിക്കണോ പ്രഭു? ബാക്കി ഇങ്ങോട്ട് വായിച്ചോളൂ. മുകളിൽ വിശദമാക്കിയ ചില അവതാരങ്ങൾ ഏറിയ കൂറും പൂർണ്ണ അധികാരമുള്ള പൂർണ്ണ അംശങ്ങളാണ്. ദൃഷ്ടാന്തമായി കുമാരന്മാർക്ക് അതീന്ദ്രിയ ജ്ഞാനം അധികാരപ്പെടുത്തി നൽകിയിരിക്കുന്നു. ശ്രീ നാരദന് ഭക്തിയുത സേവനവും മഹാരാജ പൃഥുവിന് ഭരണ നിർവാഹവും അധികാരപ്പെടുത്തി പ്രദാനം ചെയ്തിരിക്കുന്നു. മത്സ്യാവതാരം പ്രത്യക്ഷമായ പൂർണ്ണ അധികാരമുള്ള പൂർണ്ണാംശമാകുന്നു. ആകയാൽ ഭഗവാന്റെ അസംഖ്യ അവതാരങ്ങൾ പ്രപഞ്ചം മുഴുവനും യാതൊരു വിച്ഛേദവും കൂടാതെ അരുവിയിൽ നിന്നും ജലം കണക്കെ സദാ നിർഗമിക്കുന്നു. ഹരേ കൃഷ്ണ. അപ്പം ഭഗവാന്റെ ഒരുപാടുള്ള അവതാരങ്ങളുണ്ട്, പല രീതിയിലുള്ള അംശാവതാരം, കലാവതാരം, ഗുണാവതാരം, ലീലാവതാരം, മന്വന്തരാവതാരം, അങ്ങനെ തന്നെ മെയിൻലി കാറ്റഗറൈസ് ചെയ്യുന്ന 6 തരത്തിലുള്ള അവതാരങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട് അല്ലെ. ചിലത് ശക്തി ആവേശ അവതാരങ്ങൾ, ശക്തി മാത്രം ആവേശിക്കുന്നു. വേറൊരു മനുഷ്യനായിട്ട് ജയിക്കും, പരശുരാമൻ അല്ലെ. അദ്ദേഹത്തിലേക്ക് ഭഗവാൻ ഒരു പ്രത്യേക കാലയളവ് വരെ പരശുരാമനായിട്ട് ജീവിച്ചു. അത് കഴിഞ്ഞ് ഭഗവാന്റെ ശക്തി ആവേശിച്ചു. അതിന് ശ്രീരാമചന്ദ്രന് നമുക്കറിയാം
ആ ശക്തിയെല്ലാം കൊടുത്തിട്ടാണ് അദ്ദേഹം തപസ്സിന് യാത്ര ചെയ്തത് അല്ലെ, ശ്രീരാമചന്ദ്ര ഭഗവാനെ കണ്ടു കഴിഞ്ഞപ്പോൾ അല്ലെ. പൂർണ്ണാവതാരങ്ങളായിട്ട് നമുക്ക് ശ്രീരാമചന്ദ്ര ഭഗവാനെ, നരസിംഹാവതാരങ്ങളെ, അങ്ങനെ കുറെ അവതാരങ്ങൾ ഭഗവാന്റെ പൂർണ്ണ അവതാരമാണ് വരാഹ അവതാരങ്ങളൊക്കെ. അതുപോലെ തന്നെ എന്താണ് പറയുന്നത്, ചൈതന്യ മഹാപ്രഭുവും ശ്രീകൃഷ്ണനും ഒക്കെ ഭഗവാന്റെ അവതാരങ്ങളല്ല. ഈ അവതാരങ്ങളുടെയൊക്കെ ഉറവിടമാണ് അല്ലെ, സാക്ഷാൽ ഭഗവാൻ തന്നെയാണ്. അവതാരിയാണ് അല്ലേ ബ്രോ? അല്ലേ ഏഹ് ബ്രോ? അവതാരിയാണ് അല്ലേ? അവതാരി. അതെ, അത് അവതാരി. ഉറവിടമാണ് അല്ലെ. അപ്പൊ അങ്ങനെ ഉറവിടം. നമുക്ക് ആ ഒരു ബ്രഹ്മസംഹിതയിൽ അതിനെപ്പറ്റി പറയുന്നുണ്ട്. രാമാദി മൂർത്തിഷു എന്ന് പറഞ്ഞ ബ്രഹ്മസംഹിത ഞാൻ എന്റെ കയ്യിലുണ്ട്. നമുക്ക് ആ ഒരു ശ്ലോകം എടുക്കാം. രാമാദി മൂർത്തിഷു കലാനിയമേന തിഷ്ഠൻ നാനാവതാരം അകരോത് ഭുവനേഷു കിന്തു കൃഷ്ണ സ്വയം സമഭവത് പരമപുമാന്യോ ഗോവിന്ദമാദി പുരുഷം തമഹം ഭജാമി. അതിന്റെ അർത്ഥം എന്താണ് നമുക്ക് നോക്കാം. 12. രാമനായും നരസിംഹമായും മറ്റു പല അവതാരമൂർത്തികളിലും അംശാവതാരങ്ങളിലും കുടികൊള്ളുകയും ശ്രീകൃഷ്ണ ഭഗവാനായി സ്വയം ആവിർഭവിക്കുകയും ചെയ്ത ആദിപുരുഷനായ ഭഗവാനെ ഞാൻ ആരാധിക്കുന്നു. അപ്പൊ രാമനായ നരസിംഹമായിട്ടൊക്കെ ഭഗവാൻ ഒരുപാട് അവതാരമൂർത്തികൾ അംശ അവതാരങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. പൃഥു മഹാരാജാവ് നമ്മളിപ്പോ ഇവിടെ ഈ ഭാവാർത്ഥത്തിലും പറയുന്നുണ്ടല്ലേ, പൃഥു മഹാരാജാവ് കേട്ട അംശാവതാരങ്ങളാണ് അല്ലെ വന്നിട്ടുണ്ടെങ്കിലും ആഹ് എന്താണ് ശ്രീകൃഷ്ണ ഭഗവാനായി സ്വയം ആവിർഭവിച്ചു. ഇത് സാക്ഷാൽ പരമ ദിവ്യോത്തമ പുരുഷൻ തന്നെ ശ്രീകൃഷ്ണ ഭഗവാനായിട്ട് ആവിർഭവിച്ചു. അദ്ദേഹം സ്വന്തം അതേ രൂപത്തിൽ തന്നെ ദ്വിഭുജ ശ്യാമസുന്ദര രൂപത്തിൽ അവതരിച്ചു അല്ലെ. അദ്ദേഹം എവിടെയാണ് ഈ അവതാരങ്ങളിലെല്ലാം ഉറവിടം എവിടെയാണ് നമുക്കറിയാം, ഗോലോക വൃന്ദാവന ധാമത്തിൽ അല്ലെ. ആ ഗോലോക വൃന്ദാവന ധാമത്തിൽ നിന്ന് അതേ രീതിയിൽ താഴേക്ക് ഇറങ്ങി വന്നു അല്ലെ. അപ്പൊ അവിടെ ഏത് രൂപത്തിലാണ് അദ്ദേഹം ഇരിക്കുന്നത്? ദ്വിഭുജ ശ്യാമസുന്ദര മുരളീധര ത്രിഭംഗ ശ്യാമസുന്ദര രൂപത്തിൽ അല്ലെ. എന്താണ് ത്രിഭംഗ? ശ്യാമം ത്രിഭംഗ ലളിതം നിയത പ്രകാശം ഗോവിന്ദമാദി പുരുഷം തമഹം ഭജാമി. എന്താണ് ത്രിഭംഗം? കാലുകൾ 3 വളവ്, അങ്ങനെ ആ, വളവോടെ. 3 വളവ് അല്ലെ. 3 വളവുള്ള ആളാണ് അല്ലെ. നമുക്ക് 3 വളവുള്ള ആളെ എന്താണ് വിളിക്കുന്നത്? 5 വളവുള്ള ആളെ നമ്മൾ കണ്ടിട്ടല്ലേ, ത്രിവക്ര. അല്ല, മൂന്ന് മെയിൻ വളവ്. പിന്നെ എന്താ ങ എന്ന് പറഞ്ഞ അക്ഷരം പോലെ ഇരിക്കുന്നു അല്ലെ. ങാനം കണക്കയുടെ 5 അക്ഷരത്തിന് ഊനം വരുത്തിയൊരു നറ്റഞ്ചലിക്ക് പദ ഊനോരു ദാസിയെ മനോജ്ഞാംഗിയാക്കിയതും ഒന്നല്ലേ ആള് ഹരിനാരായണ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആളെ വൈകല്യം എന്ന് പറയും അല്ലെ. പക്ഷെ ഭഗവാൻ ഈ 3 വളവ് എന്താണ്? അംഗവൈകല്യാണോ, വികലാംഗനാണോ ഭഗവാൻ? അല്ലെ. ഭഗവാന്റെ അതൊരു അലങ്കാരമാണ്. 3 വളവ് 3 സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുന്നു അല്ലെ. ഓടക്കുഴലിൽ പിടിച്ചിട്ട് ഇങ്ങനെയുള്ള ആ ഒരു നിൽപ്പ് എന്തൊരു ഭംഗിയാണ് അല്ലെ. ആ ഒരു 3 വളവ് ഭഗവാൻ അലങ്കാരമാണ്. അപ്പം എന്താണ്? ദ്വിഭുജ 2 കരങ്ങളുള്ള, പിന്നെ എന്താണ്? മുരളീധര മുരളി ധരിച്ചിട്ടുള്ള, ത്രിഭംഗ 3 വളവുള്ള, ശ്യാമസുന്ദര രൂപം ഭഗവാന്റെ ശ്യാമവർണ്ണത്തിലുള്ള അതിസുന്ദരമായിട്ടുള്ള രൂപത്തിൽ ആണ് സാക്ഷാൽ ഭഗവാൻ. അപ്പം അതേ ഭഗവാൻ തന്നെ അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ അവതരിച്ചത് അല്ലെ. ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷൻ അതേ രീതിയിൽ തന്നെയാണ് നമുക്ക് ഇവിടെ അവതരിച്ച് നമുക്ക് ദർശനം തന്നത്. അപ്പൊ ആ ദ്വാപര യുഗത്തിൽ ഭഗവാന്റെ കൂടെ ജീവിച്ചിരുന്ന ആ ഒരു മണൽത്തരികളോ അല്ലെങ്കിൽ അവിടുത്തെ പുൽക്കൊടികളോ അവിടുത്തെ എന്താണ് പശുക്കളോ ഒക്കെ എത്ര ഭാഗ്യം ചെയ്ത ആൾക്കാരാണ് അല്ലെ. സാധാരണക്കാർക്കൊന്നും തന്നെ ഭഗവാന്റെ കൂടെ അവതാര ലീലയിൽ പങ്കെടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അവർക്ക് എത്രയോ യുഗങ്ങളായിട്ട് ഭഗവാന്റെ അസോസിയേഷന് കാത്ത് തപസ് ചെയ്തിരിക്കുന്ന ഋഷിവര്യന്മാരൊക്കെയാണ് ഈ ഗോപികമാരും അവരിവരൊക്കെ. അവിടുത്തെ വൃക്ഷങ്ങളും ഭഗവാനൊക്കെ കയറിയിരിക്കുന്ന വംശീവൃക്ഷമൊക്കെ എത്ര ഭാഗ്യം ചെയ്ത വംശീവൃക്ഷമായിരിക്കും അല്ലെ. ഇങ്ങനെ ഭഗവാൻ ഇങ്ങനെ കയറാൻ വേണ്ടിയിട്ട് സ്വയം ശാഖകൾ താഴ്ത്തി കൊടുത്ത്, അതുപോലെ തന്നെ ഭഗവാൻ ലീലകൾ ആടാനായിട്ട് പോകുന്ന സമയത്ത് പുഷ്പങ്ങളൊക്കെ ഇങ്ങനെ പഴുത്ത് അതിൽ നിന്ന് ജ്യൂസൊക്കെ ഇങ്ങനെ ഊറി വരും. ഓരോ വനങ്ങളിൽ 12 വനങ്ങളുണ്ട് വൃന്ദാവനത്തില്. ഓരോ വനത്തിൽ വരാൻ വൃക്ഷങ്ങളൊക്കെ ഇങ്ങനെ കൊതിച്ച് നിൽക്കുക. കാര്യം വൃക്ഷങ്ങൾ സാധാരണ വൃക്ഷങ്ങളല്ല. അതുപോലെ പശുക്കളൊക്കെയോ ഭഗവാൻ വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് അല്ലെ. ഭഗവാൻ അതുപോലെ തന്നെ ഈ പശുക്കളുടെ ഒരു കാത്തിരിപ്പ് എന്ന് പറഞ്ഞാൽ ഗോപികമാരുടെ കാത്തിരിപ്പിനേക്കാളും വലുതായിരുന്നു അല്ലെ. ഭഗവാൻ അവരെ മേയ്ക്കാനായിട്ട് വരാൻ വേണ്ടിയിട്ട് അല്ലെ. ഓരോ ദിവസവും ഗോകുലത്തിന്റെ ചുറ്റും അവരിങ്ങനെ നടക്കുകയാണ്. ഭഗവാൻ അവരെ മേയ്ക്കാനായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അല്ലെ.
സാധാരണ പശുക്കളല്ല. അവരെന്താണ് ചെയ്തത്? നമ്മൾ രമൺടെത്തി പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം അല്ലെ? അവര് എന്താണ് ഈ അവരുടെ കുളമ്പും കൊമ്പും എല്ലാം കൊണ്ട് കൂടി അവിടുത്തെ മണ്ണെല്ലാം പൊടിച്ച് നല്ല പഞ്ചസാര മണല് പോലെ ആക്കിയല്ലേ? ഭഗവാനെതിരെ കാലിനൊരു ഇത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അത്രയ്ക്ക് വലിയ കാത്തിരിപ്പായിരുന്നു അവർക്കൊക്കെ അല്ലെ? നമുക്ക് ഞാൻ ഈ അടുത്ത ദിവസം ഒരു ഇത് കേട്ടു, ക്ലാസ് കേട്ടു. അപ്പൊ അതില് ഹിന്ദി ക്ലാസ് ആണ്. അപ്പൊ അതില് ഇങ്ങനെ പറഞ്ഞതാണ് വൃന്ദാവനത്തിൽ ഇതുപോലെ ഒരുപാട് പേരുണ്ട്. നമ്മൾ വൃന്ദാവനത്തിലുള്ള ആൾക്കാരെ നമ്മൾ കാണുന്നത് ആ റിക്ഷാവാലക്കാരെന്നും അതുപോലെ തന്നെ എന്താണ് ഭയങ്കര വൃത്തിഹീനമായിട്ട് നടക്കുന്ന ആൾക്കാരാണെന്നും അതുപോലെ തന്നെ പിടിച്ചുപറിയാണെന്നും അങ്ങനെയൊക്കെയുള്ള പല രീതികളാണ്. അപ്പൊ അതുകൊണ്ടാണ് വൃന്ദാവനത്തിൽ പോയാൽ അധികം ദിവസം നിൽക്കരുത്, പെട്ടെന്ന് അവിടുന്ന് പോരണം എന്ന് പറയുന്നത്. കാര്യം നമ്മള് അവിടെയൊക്കെ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഈ ഇതൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഡാമിനോട് നമുക്ക് ഒരു ഇത് തോന്നും. അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് പോയി ദർശനം കഴിഞ്ഞ് അപ്പോഴേ മടങ്ങണം. നമുക്ക് എന്തെങ്കിലും ഒരു ഇത് തോന്നി അയ്യേ ഹേ ഇതൊക്കെ തോന്നിക്കഴിഞ്ഞാൽ എന്താണ് ആ മണ്ണിനോട് ദേ ഇവിടെ വൃത്തികേടാണല്ലോ എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഭയങ്കര അപരാധമാണ്. കാര്യം അത് പരമദിവ്യോത്തം പുരുഷൻ നിത്യലീല ആടുന്ന സ്ഥലമാണ്. രാധാറാണിയും അതുപോലെ തന്നെ നികുഞ്ചത്തില് ലീലകൾ ആടുന്ന അത് ഇവിടെ റിപ്പീറ്റ് ചെയ്ത് നിത്യ നികുഞ്ചമായിട്ട് മാറിയിരിക്കുകയാണ്. കാര്യം ഭഗവാൻ ഉദ്ധവരുടെ അടുത്ത് പ്രോമിസ് ചെയ്തു, ഗോപികമാർക്ക് വാക്ക് കൊടുത്തോളൂ, ഞാൻ ഒരിക്കലും ഇവിടം വിട്ടു പോകില്ല എന്ന്. അതുകൊണ്ട് ഭഗവാൻ അവിടെ വിട്ടിട്ട് ഇതുവരെ പോയിട്ടില്ല. എല്ലാ ദിവസവും നിത്യ രാസലീല ആടുന്ന സ്ഥലം ഏതാണ്? ഏത് സ്ഥലമാണ്? മധുവനല്ലേ? നിധിവനല്ലേ? നിധിവനം. അപ്പൊ നിധിവനത്തിൽ ആ വൃക്ഷങ്ങളൊക്കെ ഗോപികമാരായി മാറും. ഒരു 6:30 ആയി കഴിയുന്ന സമയത്ത് അവിടുത്തെ എന്താണ് കുരങ്ങന്മാരടക്കം എല്ലാ മനുഷ്യരും അതിനു മുൻപേ അവിടെ നിന്ന് ഇറങ്ങിക്കൊടുക്കും അല്ലെ? അത് കഴിഞ്ഞിട്ട് ഭഗവാൻ നിത്യ രാസലീല ആടുന്ന സ്ഥലം, അവിടെ ഇരിക്കുന്ന ഭഗവാന് തയ്യാറാക്കിയിരിക്കുന്ന മഞ്ചവും അവിടുത്തെ വസ്തുക്കളൊക്കെ രാവിലെ വന്ന് നോക്കുമ്പോൾ എന്താണ് എല്ലാം ഇളകി മറിഞ്ഞ് ഒരാൾ അവിടെ ഉപയോഗിച്ച രീതിയിലാണ് കാണുന്നത് അല്ലെ? അപ്പൊ ഒരു 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 യോഗിയായിരുന്നു. യോഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന യോഗിയിൽ നല്ല പരമഭക്തനായിട്ടുള്ള ഒരു വ്യക്തി വൃന്ദാവനം. അദ്ദേഹത്തിന് പേര് ഞാൻ ഓർമ്മയില്ല, ഏതോ ഒരു ആചാര്യനാണ്. അദ്ദേഹത്തിന് ഒരു ഗുരു ഉണ്ട്. ഒരു സമ്പ്രദായം ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മുടെ സമ്പ്രദായമല്ല, ചിലപ്പോൾ രാധാവല്ലഭ സമ്പ്രദായം ആയിരിക്കാം. അങ്ങനെ വൃന്ദാവനത്തിലൊക്കെ വേറെ സമ്പ്രദായങ്ങളുണ്ട് ഒരുപാട്. രാധാവല്ലഭ സമ്പ്രദായം എല്ലാവരും രാധാറാണിയായിട്ട് കണക്റ്റഡ് ആണ്. നമുക്കറിയാം, നമ്മളിവിടെ വരുമ്പോൾ നമ്മൾ കൃഷ്ണ കൃഷ്ണ പറഞ്ഞാൽ അവിടെ വരുമ്പോൾ ആരും ഹരേ കൃഷ്ണ പറയാറില്ല, രാധേ രാധേ എന്നാണ് പറയുന്നത് അല്ലെ? റിക്ഷക്കാരും ബസ്സിലെ കണ്ടക്ടർമാരും വഴി പഴക്കച്ചവടം നടത്തുന്നവരും എല്ലാവരും രാധേ രാധയാണ് പറയുന്നത് അല്ലെ? അപ്പൊ രാധാറാണിയെ ഫോളോ ചെയ്യുന്നവരാണ്. കാര്യം രാധാറാണിയെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഭഗവാനിലേക്ക് എത്താനായിട്ട് എളുപ്പമാണ്. പക്ഷെ അങ്ങനെ രാധാറാണിയെ ഫോളോ ചെയ്യണമെങ്കിൽ നമ്മുടെ ക്വാളിഫിക്കേഷൻ ഇതൊന്നും പോരാ അല്ലെ? അപ്പൊ എന്താണ് സംഭവിച്ചത്? ഈ ആചാര്യൻ ഇദ്ദേഹത്തിന്റെ ഈ ഗുരു സമ്പ്രദായമൊക്കെ ഉണ്ട്. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്യുന്നു? എല്ലാ ദിവസവും വൃന്ദാവനത്തിൽ ഇങ്ങനെ വീഥികളെല്ലാം അടിച്ചു വാരി വൃത്തിയാക്കി എടുക്കും. കാര്യം എന്താണ്? വൈകുന്നേരം നമ്മുടെ രാധാറാണിയും തോഴിമാരും എല്ലാരും കൂടെ കൂടി ലീലകൾ ആടാനായിട്ട് വരും എന്ന്. രാസലീല, നിത്യ രാസലീല നടക്കുകയാണല്ലോ അല്ലെ? അപ്പൊ ഈ രാസലീല കാണാനായിട്ട് വരും എന്നുള്ള ധാരണയാല ഇദ്ദേഹം എല്ലാ ദിവസവും അടിച്ചു വാരി വൃത്തിയാക്കും. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരേ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ, ഇവിടെ എവിടെയെങ്കിലും എനിക്ക് വേറൊരു ആഗ്രഹവും ഇല്ല, എനിക്ക് രാധാറാണിയുടെ ആ തൃപ്പാദ ദർശനം, അതിലെ പാദചിഹ്നങ്ങൾ അടക്കമൊന്ന് ദർശനം കിട്ടണമെന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ എന്ന് പ്രാർത്ഥന. അനേക വർഷങ്ങൾക്ക് ശേഷം രാധാറാണിക്ക് കൃപ തോന്നി. ഒരു ദിവസം ഇദ്ദേഹം അടിച്ച് വാരി നോക്കി കഴിഞ്ഞപ്പോൾ ഒരു കാൽപ്പാട് കണ്ടു. ആ കാൽപ്പാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിദിവ്യമായ കാൽപ്പാട്, ഒരുപാട് പാദചിഹ്നങ്ങൾ അടക്കം. ആചാര്യന്മാരൊക്കെ കേട്ട് കേൾവിയുള്ളൂ രാധാറാണിന്റെ പാദത്തിൽ ഇന്ന ഇന്ന ചിഹ്നങ്ങൾ കാണുന്നു. അപ്പൊ ആ ചിഹ്നങ്ങളൊക്കെ കണ്ട് അദ്ദേഹം അതിനെ എന്ത് ചെയ്തു? കുമ്പിട്ട് നമസ്കരിച്ച് വണങ്ങിയെടുത്ത് ശിരസിൽ ധരിച്ചു, ദേഹമാസകലം പൂശി അദ്ദേഹം അവിടെ കിടന്ന് ഉരുണ്ടു. എന്നിട്ട് പിന്നീട് അദ്ദേഹത്തിന്റെ എന്താണ് പ്രാർത്ഥനകളൊക്കെ എന്താണ്? എന്തെങ്കിലും രാധാറാണി അപ്പം ഇവിടെ വരുന്നുണ്ടെന്നുള്ള ഉറപ്പാണ് അല്ലെ? നമ്മള് മറ്റുള്ളവർ പറഞ്ഞു കേൾക്കുന്നതിനുപരം എനിക്ക് നേരിട്ട് മനസ്സിലായി രാധാറാണി ഇവിടെ വരുന്നുണ്ടെന്ന്. ഇനി എനിക്ക് രാധാറാണിയുടെ പാദമുദ്രകളിൽ എന്തെങ്കിലും ഒന്ന് എനിക്ക് ഒരു ദിവസം ദർശനം തന്നിട്ടുണ്ടെന്ന് ആഗ്രഹത്തോടു കൂടിയായി അദ്ദേഹം പിന്നെ സേവ ചെയ്യാൻ തുടങ്ങി അല്ലെ? അത് വളരെ ചെറിയ കാര്യമല്ല രാധാറാണിയിലേക്ക് എത്തിച്ചേരാനുള്ള സേവാ മനോഭാവം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാകണം അല്ലെ? നമുക്കതില്ല. നമ്മള് പ്രധാനപ്പെട്ട ആരെങ്കിലും നമ്മളെ സേവ ചെയ്യണം എന്നുള്ളതാണ് നമ്മളുടെ ഓരോരുത്തരുടെയും
ആ ഒരു ഇത് നമ്മളെ ആരെങ്കിലും സേവ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും എന്നാണ് നമ്മുടെയൊക്കെ വിചാരം. അപ്പൊ ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇദ്ദേഹം വീണ്ടും സേവ ചെയ്യൽ തുടങ്ങി. അവിടെ എല്ലാം അടിച്ചുവാരി വൃത്തിയാക്കുക, ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ട് അതെല്ലാം ചെയ്തു കൊടുക്കുക. അങ്ങനെ ഇദ്ദേഹം ശരീരം കഷ്ടപ്പെടുത്തി സേവ ചെയ്യാൻ തുടങ്ങി. പിന്നീടുള്ള അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്താണ്? രാധാറാണിയുടെ എന്താണ് ഏതെങ്കിലും ഒരു മുദ്ര, അല്ലെങ്കിൽ ഒരു ആടയുടെയോ ആഭരണത്തിന്റെയോ എന്തെങ്കിലും ഒരു മുദ്ര അദ്ദേഹത്തിന് കിട്ടണമെന്നായി. അങ്ങനെ അവസാനം രാധാറാണി ഇതുപോലെ തന്നെ നിത്യ രാസലീലയാടാൻ വന്ന സമയത്ത് ഇദ്ദേഹത്തിനോട് ഭയങ്കര അലിവ് തോന്നിയിട്ട് രാധാറാണി എന്ത് ചെയ്തു? ഒരു പാദസരം അവിടെ ഉപേക്ഷിച്ചിട്ട് പോയി. അപ്പൊ അങ്ങനെ അവിടെ തിരിച്ച് നികുഞ്ചത്തിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണ് സംഭവിച്ചത്? രാധാറാണിക്ക് രണ്ട് സെക്രട്ടറിമാരുണ്ട് അല്ലെ, എഡവും വലവും. അവരുടെ പിടിയിൽ നിന്ന് രാധാറാണിക്ക് അനങ്ങാൻ പറ്റുന്നില്ല. അവരാണ് രാധാറാണിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നതും നിയന്ത്രിക്കുന്നതും. അവരാരൊക്കെയാണ്? ഹരേ കൃഷ്ണ, ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ലളിത, വിശാഖ. വിശാഖ. നിങ്ങളാരും ഉറങ്ങുന്നില്ലല്ലോ? ആവോ, ഞാൻ എല്ലാരും ഇതിലാ കാണുന്നത്. എന്താ ഇല്ല പറഞ്ഞേ? പ്രഭു, ഉറങ്ങുന്നില്ല. ഹരി പോൽ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടോ? അല്ലെ ഞാൻ കഥ നിർത്താം. നിങ്ങൾ ഉറങ്ങുകയാണെങ്കിൽ സരി, നാട്ടിലത്തെ സമയം ഇത്രയായി, ഉറക്കം വരുമെന്നുള്ള കാര്യം ശരിയാണ്. പക്ഷെ എല്ലാരും വീഡിയോ ഒക്കെ ഓൺ ആക്കി ഇരുന്ന് കഴിഞ്ഞാൽ പരമാവധി ഉറങ്ങാതിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ അറിയാതെ നിങ്ങൾ ഉറങ്ങിപ്പോവും, ഉറപ്പാണത്. ഉം. അപ്പം അപ്പൊ എന്താണ് സംഭവിച്ചത്? ഈ രാധാറാണിക്ക് പോകുന്നതിന് മുൻപേ ഉള്ള മേക്കപ്പ് ഒക്കെ ഇട്ട് കൊടുക്കുന്നത് ലളിതാ വിശാഖയുടെ ഇതിലാണ്. അപ്പൊ അവർ എണ്ണി തിട്ടപ്പെടുത്തി ഇത് മിസ്സാകാതിരിക്കാൻ എഴുതി വെക്കും അല്ലെ, ഇന്ന ഇന്ന സാധനങ്ങളാണ് ഇട്ട് കൊടുത്തത്. ഓരോ ദിവസം പോകുമ്പോഴത്തേനും എന്താണ് കാതിപ്പൂ, പൊട്ട്, മൂക്കുത്തി, അതുപോലെ തന്നെ നെക്ലേസുകള്, അതുപോലെ തന്നെ ദേ ഇവിടെയുള്ള ഈ അങ്ങനെ സാധനങ്ങളെല്ലാം ഇടിയിപ്പിച്ചു കൊടുക്കൂ. അന്ന് വന്നപ്പോ ഒരെണ്ണം മിസ്സിങ് ആയിട്ടിരിക്കുന്നു അല്ലെ. അപ്പം അപ്പൊ നമുക്ക് എന്താണ് രാധാറാണിയോട് ചോദിച്ചു കഴിഞ്ഞപ്പോ പറഞ്ഞു, അത് അവിടെ എവിടെയോ നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞു. അങ്ങനെ നഷ്ടപ്പെട്ട പറ്റില്ലല്ലോ, അത് കണ്ടെടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും എന്ത് ചെയ്തു? ഒരു വൃന്ദാവനത്തില് ഇവര് രാധാറാണി പോയ വഴിയേക്കൂടെ എല്ലാം പോവാണ്. വേഷം കിട്ടിയത് ആരുടെയാണ്? രണ്ട് വൃദ്ധകളുടെ രൂപത്തില്. അപ്പം ഇദ്ദേഹത്തിന് എന്താ കിട്ടിയത്? ഇദ്ദേഹം അവിടെ പിറ്റേ ദിവസം അടിച്ചു വാരി കഴിഞ്ഞപ്പോ നോക്കിയപ്പോ ഒരു പാദസരം കിടക്കുന്നുണ്ട്. നോക്കിയപ്പോ എന്താണ്? ഈ ഭൗതിക ലോകത്ത് ആർക്കും കാണുന്ന രീതിയിലുള്ള പാദസരം അല്ല. അപ്പൊ ഇദ്ദേഹം എടുത്ത് കണ്ണിലൊക്കെ ധരിച്ചു, ആ പാദസരം എടുത്ത് വെച്ചു. ഇതിന്റെ ഉടമസ്ഥർ വരുവാണെങ്കിൽ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ ഇദ്ദേഹത്തിന് ഇത് രാധാറാണിയുടെ പാദസരം, രാധാറാണി എനിക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഉപേക്ഷിച്ചാണോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. കാര്യം ഭൗതിക ലോകത്തുള്ള ആരും ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഒരു നിർമ്മിതി അല്ല അത് കണ്ടിട്ട്. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ കാത്തിരുന്ന് കഴിഞ്ഞപ്പോൾ അതിന്റെ ഉടമസ്ഥർ വരട്ടെന്ന് പറഞ്ഞ് രണ്ട് വൃദ്ധകൾ അതുവഴി ഇതുപോലെ അന്വേഷിക്കുന്ന കണ്ടു. ഇദ്ദേഹം അങ്ങോട്ടേക്ക്, ഇവിടെ അടിച്ചുവാരി വൃത്തിയാക്കുന്ന ആളല്ലേ, അദ്ദേഹം അവിടെ ഇറങ്ങിച്ചെന്നു കഴിഞ്ഞപ്പോ ആ രണ്ട് വൃദ്ധകൾ ചോദിച്ചു, താങ്കൾക്ക് ഇവിടുന്ന് എങ്ങാനും ആ ഒരു നൂപുരം കിട്ടിയോന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അങ്ങനെ ഒരു സാധനം എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതിന്റെ അടയാള സഹിതം പറയുവാണെങ്കിൽ അതിന്റെ ഉടമസ്ഥർ വരുവാണെങ്കിൽ കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ അത് ഞങ്ങളുടെ എന്റെ മോളുടെയാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ വൃന്ദാവനം ദർശിക്കാനായിട്ട് വന്ന സമയത്ത് ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പൊ കലിയുഗമല്ലേ, ഒരുപാട് പേര് കള്ളത്തരമൊക്കെ ആയിട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാനത് തരുന്നില്ല. അപ്പൊ അടയാളമൊക്കെ പറഞ്ഞു. അടയാളമൊക്കെ ശരിയായിരിക്കാം, ഒരു പക്ഷെ ഞാൻ അതിന്റെ യഥാർത്ഥത്തിലുള്ള ആള് വരാതെ ഞാനിത് തരത്തില്ല എന്ന്. ഇവര് ഒരുപാട് പരിശ്രമിച്ചു നോക്കി. ഞങ്ങൾ കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ എവിടെ കൊണ്ടേ കേസ് കൊടുത്താലും, എവിടെ ആരുടെ അടുക്ക കൊണ്ടേ പരാതി കൊടുത്തു കഴിഞ്ഞാലും ഇത് ഞാൻ തരുന്നില്ല. അതിന്റെ യഥാർത്ഥ ഉടമസ്ഥർ വന്ന് മറ്റേ ഒരു പാദത്തിലെ നഷ്ടപ്പെട്ടത് എന്നെ കാണിച്ചെങ്കിൽ മാത്രമേ ഞാനത് തരുള്ളൂ. അതായത് മറ്റേതായിട്ട് മാച്ചാണെന്ന് നോക്കണ്ടേ. ഇത് യഥാർത്ഥ ഉടമസ്ഥരാണെങ്കിൽ ഒറ്റ കാലിൽ പാദസരമായിട്ട് വന്നാലല്ലേ മറ്റേ കാലിൽ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് തട്ടിപ്പാണോ എന്ന് അറിയാൻ പറ്റില്ലല്ലോ, കളവോ വഞ്ചനയാണോ ഇത്. അങ്ങനെ ഇദ്ദേഹം തിരിച്ചുപോയി. അല്ല, അവര് തിരിച്ചുപോയി. ലളിതാ വിശാഖ അവിടെ ചെന്ന് രാധാറാണിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ആഹ് ഇതുപോലെ സംഭവമാണ്, അദ്ദേഹം തരുന്നില്ല, ഞങ്ങള് പരിശ്രമിച്ചു നോക്കിയിട്ട് നടക്കുന്നില്ല. അദ്ദേഹത്തിന് അവിടുന്ന് ഇതുപോലെ തന്നെ ഈ നൂപുര ധരിച്ചിട്ട് വന്ന് ദർശനം കൊടുക്കണം, അതാണ് ഡിമാൻഡ് എന്ന് പറഞ്ഞു. അപ്പം രാധാറാണിക്ക് അറിയാമല്ലോ, രാധാറാണിക്ക് അറിയാം ഇദ്ദേഹത്തിന് എന്റെ പാദദർശനം ആഗ്രഹിച്ചിട്ട് തന്നെയാണ് ഇങ്ങനെ വാശി പിടിക്കുന്നെന്നുള്ളത് മനസ്സിലായി. അങ്ങനെ രാധാറാണി അവിടെ പ്രത്യക്ഷപ്പെടുന്നു. അപ്പൊ രാധാറാണിക്ക് ദർശനം കിട്ടണമെങ്കിൽ ലളിതാ വിശാഖയുടെ പെർമിഷൻ വേണം അല്ലെ, അതായത് ഗുരുവിന്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ
ഭഗവാനെ കിട്ടുള്ളൂ അല്ലെ. അപ്പം ലളിതാ വിശാഖയുടെ ആ ഒരു കൃപ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ എന്ത് രാധാറാണി കിട്ടുള്ളൂ എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. കാര്യം അവരും സാധാരണക്കാരല്ല, രാധാറാണിയിലേക്ക് എത്താനുള്ള മാധ്യമമാണ് അല്ലെ. അപ്പൊ രാധാറാണിക്ക് സേവ ചെയ്യുന്ന ആൾക്കാരാണ് ലളിതാ വിശാഖ അല്ലെ. അപ്പം ആ, രാധാറാണി നടക്കുന്ന അല്ലെങ്കിൽ പോകാൻ സാധ്യതയുള്ള വഴികളിലെല്ലാം വർഷങ്ങളായിട്ട് തുടങ്ങിയ വൃത്തിയാക്കലും ആ, ആണ് ആഗ്രഹവുമാണ് അല്ലെ. മനസ്സിലുള്ള ആഗ്രഹം എന്താണ്? വേറെ കോടികൾ കിട്ടാനായിട്ടാണോ? എനിക്കൊരു വീട് കിട്ടാനാണോ? താമസിക്കാനായിട്ട് ഒരു ഇത് കിട്ടാനാണോ? സൗധം കിട്ടാനാണോ? മണിമാളിക കിട്ടാനാണോ അദ്ദേഹം ആഗ്രഹിച്ചത് അല്ലെ? ആ ഒരു തൃപ്പാദ ദർശനം കിട്ടാൻ ആഗ്രഹിച്ചു. ദർശനം കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്താണ്? പാദചിഹ്നങ്ങൾ കിട്ടാൻ ആഗ്രഹിച്ചു. പാദചിഹ്നങ്ങൾ കിട്ടാൻ ആഗ്രഹിച്ചു കഴിഞ്ഞപ്പോ തന്നെ ആ പാദങ്ങൾ നേരിട്ട് കണ്ട് അതിട്ട് കൊടുക്കാനായിട്ട് ആഗ്രഹിച്ചു. അപ്പൊ രാധാറാണി അവിടെ വന്ന് ദർശനം കൊടുത്തു. ദർശനം കൊടുത്തിട്ട് ഈ ഉം, രാധാറാണി എന്ത് ചെയ്തു? ഈ പാദസരം തിരിച്ചു വാങ്ങിച്ചു. വാങ്ങിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്തു? ആ ഉം, അനുഗ്രഹം എല്ലാം കൊടുത്തിട്ട് എന്ത് ചെയ്തു? അദ്ദേഹത്തിന് ഇവിടെ ഈ ഈ നൂപുരമില്ല, അതായത് പാദസരത്തിന്റെ അടയാളത്തില് നെറ്റിയിൽ ഒരു പാട് അത് വെച്ചിട്ട് അനുഗ്രഹിച്ചു. ഈ പാദസരം വെച്ചിട്ട് നെറ്റിയിൽ വെച്ചിട്ട് അനുഗ്രഹിച്ചു. അനുഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ പെർമനന്റ് ആയിട്ട് ഒരു പാടായി. തിലകം ഇടുന്നതിന് പകരം, ആ തിലകത്തിന് പകരം ഇവിടെ പെർമനന്റ്ലി ഒരു മാർക്കിംഗ് ആയി നമ്മുടെ നെറ്റിയിൽ. അപ്പൊ ഈ നെറ്റിയിൽ ഈ മാർക്കിങ്ങോട് കൂടി അദ്ദേഹത്തിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഗുരു പറഞ്ഞു, നീ എന്താണ് ചെയ്യുന്നത്? വൈഷ്ണവര് ഫോളോ ചെയ്യുന്ന തിലകം അല്ലല്ലോ ഇടുന്നത്. അതായത് നമ്മളിവിടെ പറഞ്ഞു തന്നിരിക്കുന്നത് എന്താണ്? തിലകം ഇടണമെന്ന്. അപ്പം ഇത് അവസാനം ഗതി കെട്ടിട്ട് നമുക്ക് ഇതുപോലെ തന്നെ നമ്മളുടെ ഗുരു എന്ന് പറയുന്നത് നമുക്ക് ഭഗവാന്റെ കൃഷ്ണാനുഭവം ഉണ്ടായത് രഹസ്യമായിട്ട് വെക്കണം എന്നാണ് പറയുന്നത്. ചിലരൊക്കെ പരസ്യമാക്കുന്നവരുണ്ട്, പക്ഷെ രഹസ്യമായിട്ട് വെക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ അദ്ദേഹം നിവൃത്തികേടില്ലാതെ ഗുരുവിന്റെ ശാപം വല്ല വരുമെന്ന് വെച്ച് പറഞ്ഞു, എനിക്ക് രാധാറാണിയുടെ ദർശനം ഉണ്ടെങ്കിൽ രാധാറാണി എനിക്ക് അനുഗ്രഹിച്ച് നൂപുര ദർശനം തന്നു, അപ്പോഴെനിക്ക് കിട്ടിയ പാടാണിതെന്ന് പറഞ്ഞു. അപ്പൊ ഗുരു അധികം വിശ്വസിച്ചില്ല. ഗുരു, നീ എന്താ ഈ പറയുന്നത്? എനിക്ക് എത്രയും വേണം, എന്റെ ഇൻസ്ട്രക്ഷൻ ആണ്, ഇത് മായ്ച്ചു കളഞ്ഞിട്ട് നീ തിലകം ഇട്ടുകൊണ്ട് വരണം എന്ന് പറഞ്ഞു. അങ്ങനെ യമുനാ നദിയിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ പാട് മായ്ച്ചു കളയാനായിട്ട്. കാര്യം നമുക്ക് ഗുരുവിനെ നിന്ദിക്കാൻ പറ്റത്തില്ല അല്ലെ. രാധാറാണി ഒരു വശത്തും അതുപോലെ തന്നെ ഗുരുവും. ഗുരു ത്രൂ അല്ലേ രാധാറാണിയിൽ എത്തണ്ടേ. അപ്പം ഗുരുവിനെ അപമാനിക്കാനോ നിന്ദിക്കാനോ ഇദ്ദേഹത്തിന് താല്പര്യവും ഇല്ല. അങ്ങനെ എന്ത് ചെയ്തു? ഇത് നോക്കിയിട്ട് യമുനാ നദിയിൽ ഇത് കഴുകി കളയാൻ നോക്കിയിട്ട് ഇത് പോകുന്നില്ല. അങ്ങനെ തിരിച്ച് ഇദ്ദേഹം വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഗുരുവിന് ആകെ ദേഷ്യമായി. കാര്യം നീ ഇത് ഇപ്പൊ ഞാനിന്ന് മുഴുവനും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇത് നോക്കി, പക്ഷെ ഇത് പോകുന്നില്ല, ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഞാൻ നിന്നെ ഇതിൽ നിന്ന് തന്നെ, അതായത് ഞാൻ എന്റെ പരമ്പര ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു അപമാനമാണ് നീ, അതുകൊണ്ട് നിന്നെ ഇതിൽ നിന്ന് പുറത്താക്കാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഗുരു അങ്ങ് ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. അങ്ങനെ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകാൻ പറഞ്ഞ് ഇദ്ദേഹം മറ്റ് അനുയായികളൊക്കെ വിളിച്ചു വരുത്തിയ സമയത്ത് ഇദ്ദേഹം അവിടെ നിന്ന് രാധാറാണിയുടെ അടുത്ത് പ്രാർത്ഥിച്ചു. രാധാറാണി അവിടുന്ന് എന്തെങ്കിലും ലീലയിൽ കൂടെ ഇദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുക്കണം. കാര്യം അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല അവിടുത്തെ തൃപ്പാദ ത്തിന്റെ അടയാളമാണ് എന്റെ നെറ്റിയിൽ ധരിച്ചിരിക്കുന്നു എന്നുള്ളത്. എനിക്ക് അടിയനുള്ള കൃപയാണത്, അതിങ്ങനെ ഞാൻ മായ്ച്ചു കളയും. ഇദ്ദേഹത്തിനോട് പറഞ്ഞിട്ട് അദ്ദേഹം വിശ്വസിക്കുന്നുമില്ല എന്ന് പറഞ്ഞപ്പോ രാധാറാണി ഉടനെ തന്നെ ഭഗവാന്റെ സേവകനായിട്ടുള്ള അഷ്ട സഖാക്കളിൽ ഒരാളെ സുബലയെ വിളിച്ചു. അതായത് സുധാമ, ശ്രീധാമ, തൻസുത, മൻസുത എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഭഗവാൻ സഖാക്കളുണ്ട്. അതിൽ മെയിൻ അഷ്ടസഖാക്കളില് രാധാറാണിക്ക് അഷ്ടസഖികളുള്ളത് പോലെ തന്നെ ഭഗവാൻ അഷ്ട സഖാക്കന്മാരും ഉണ്ട്. അങ്ങനെ അതിലെ ഒരാള് സുബലയെ വിളിച്ചു. വിളിച്ചിട്ട് പറഞ്ഞു, അതായത് എന്റെ ദർശനം കിട്ടാനായിട്ട് യോഗ്യത ആ ഗുരുവിനില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? താങ്കൾ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ട് ആ ഗുരുവിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുക. അത് എന്റെ പാദചിഹ്നങ്ങളാണ്, അദ്ദേഹത്തിനെ വെറുതെ വിടാനായിട്ട് ആജ്ഞ കൊടുത്തിട്ട് വരൂ എന്നും പറഞ്ഞിട്ട് രാധാറാണി നേരിട്ട് ഈ സുബല എന്ന് പറയുന്ന അഷ്ടസഖാവിന് ഇൻസ്ട്രക്ഷൻ കൊടുത്തു. എന്നിട്ട് ഈ ഈ ഈ ഒരു സാഹചര്യത്തിൽ, അതായത് ഇദ്ദേഹത്തിന് ആ ഒരു ഇതിൽ നിന്ന് പുറത്താക്കാനുള്ള ക്രിയകൾ നടക്കുന്ന ആ സ്ഥലത്ത് യഥാർത്ഥ രൂപത്തിൽ ഭഗവാന്റെ സഖ അല്ലെങ്കിൽ പ്രത്യക്ഷപ്പെട്ടു. സുബല പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേനും വളരെ ദിവ്യ രൂപത്തിൽ പ്രകാശത്തോടു കൂടി പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞ് ഇദ്ദേഹത്തിനോട് പറഞ്ഞു, താങ്കൾ എന്താണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്? താങ്കളുടെ ശിഷ്യന് രാധാറാണിയുടെ ദർശനം ശരിക്കും കിട്ടിയതാണ്. ആ അടയാളം രാധാറാണിയുടെ പാദനൂപുരത്തിന്റെ ആണ്. അത് മായ്ച്ചു കളയാനോ അദ്ദേഹത്തിനെ പുറത്താക്കാനോ ഒരിക്കലും ശ്രമിക്കണ്ട എന്ന് പറഞ്ഞിട്ട്
ഈ സുബല അവിടെ നിന്ന് അപ്രത്യക്ഷമായി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിനും എന്താണ്, നേരിട്ട് സാക്ഷ്യപ്പെടുത്തിയിരിക്കുകയാണ് അല്ലെ ഭഗവാന്റെ അഷ്ടസഖ. അപ്പൊ അങ്ങനെ കഴിഞ്ഞപ്പോ ഇദ്ദേഹത്തിന് ഭയങ്കര എളിപ്പം തോന്നി. ഞാൻ ഇത്രയും നാളും ഡിവോഷണൽ സർവീസ് പ്രാക്ടീസ് ചെയ്തിട്ട് എനിക്ക് എന്താണ് ദർശനം കിട്ടില്ല. എന്റെ ശിഷ്യന് രാധാറാണിയുടെ ദർശനം കിട്ടി. അപ്പൊ ഞാൻ എന്താണ് ഒട്ടും തന്നെ ക്വാളിഫൈഡ് അല്ല രാധാറാണിയുടെ ദർശനത്തിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? എന്റെ ശിഷ്യന് കിട്ടി, എന്നിട്ട് എന്റെ ശിഷ്യനെ ഞാനിട്ട് വിശ്വസിച്ചുമില്ല. അങ്ങനെ ഇദ്ദേഹം അവിടെ എല്ലാം ഉള്ള ഉയർന്ന സന്യാസിവര്യന്മാരുടെ അടുക്ക പോയി ഡിസ്കഷൻ ചെയ്തു. ഞാൻ ഇതിന് എന്ത് ദണ്ഡം സ്വീകരിച്ചു കഴിഞ്ഞാൽ, ദണ്ഡം എന്ന് പറഞ്ഞാൽ എന്താണ്? ശിക്ഷ. ഞാൻ ഇതിന് എന്ത് ദണ്ഡം സ്വീകരിച്ചു കഴിഞ്ഞാൽ മതിയാകും? ഞാൻ ഇങ്ങനെ ഒരു വലിയൊരു അപരാധം ചെയ്തു. എന്ത് ശിക്ഷ സ്വീകരിച്ചാൽ മതിയാകും? അപ്പൊ അങ്ങനെ ഈ ആചാര്യന്മാരൊക്കെ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം. ഇവിടെ ഈ ഈ മറ്റുള്ള സന്യാസി വര്യന്മാര് അവർക്കൊക്കെ ശുശ്രൂഷകൾ കൊടുക്കുക, അവരുടെ അടിമപ്പണി ചെയ്യുക. അതുപോലെ തന്നെ ഇവിടുത്തെ ഏറ്റവും സേവകരുടെ ഏറ്റവും ലാസ്റ്റത്തെ ജോലി നീ ചെയ്യുക. അങ്ങനെ കുറച്ചു ദിവസം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ദണ്ഡം നീ സ്വയമേ അനുഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഈ അപരാധത്തിൽ നിന്ന് മുക്തി നേടാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഈ വിവരം അറിഞ്ഞപ്പോൾ മുതല് ഇദ്ദേഹത്തിന് സമാധാനമില്ല ശിഷ്യന്. ഞാൻ കാരണം അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായല്ലോ എന്ന് വെച്ചാൽ അങ്ങനെ 10 ദിവസം വൃന്ദാവനത്തിൽ ഇപ്പോഴും കാണാം ദണ്ഡോത്സവം എന്നാണ് പറയുന്നത്. ആ ദണ്ഡോത്സവത്തിൽ എന്താണ്, വളരെയധികം പീഡകൾ സഹിച്ചിട്ടാണ് അവിടെയുള്ള ആൾക്കാരൊക്കെ ഈ വരുന്ന ആൾക്കാരെ ശുശ്രൂഷിക്കുന്നു. ആചാര്യന്മാരെ ഇരുത്തി കാല് കഴിപ്പിച്ച് അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുന്നു, വസ്ത്രം കൊടുക്കുന്നു. അതുപോലെ തന്നെ അവരെ ഊട്ടിക്കുന്നു, അവരുടെ പാത്രത്തിലെ എച്ചിൽ കഴിക്കുന്നു. അതുപോലെ തന്നെ ഇത് പാത്രങ്ങൾ കഴുകി വെക്കുന്നു, കിടക്കാനായിട്ട് ഇത് വിരി വിരിച്ചു കൊടുക്കുന്നു, പുതപ്പിക്കുന്നു ഒക്കെ കാണും. ഈ 10 ദിവസം വൃന്ദാവനത്തില് ഇപ്പോഴും ഈ ദണ്ഡോത്സവം എന്ന് പറഞ്ഞ രീതിയിൽ ഇപ്പോഴും ആചരിക്കുന്നുണ്ട്. കാര്യം എന്താണ്? ഈ അന്ന് ഈ പറയുന്ന ഗുരുനാഥന് കിട്ടിയ ദണ്ഡ, എന്നിട്ട് എന്ത് ചെയ്തു? ഇദ്ദേഹം ഗുരുനാഥന്റെ കാൽക്കൽ വന്ന് വീണു. ഞാൻ കാരണം അങ്ങേക്കൊരു ഇതുണ്ടാകരുത്, അതുകൊണ്ട് ഈ ദണ്ഡ ഉത്സവം ഞാൻ തന്നെ നടത്തുന്നതായിരിക്കും, അങ്ങനെ അനുവദിക്കണേ, ഇതിന് പറയരുത് എന്ന് പറഞ്ഞു. അപ്പൊ വീണ്ടും ഇനി സുബല വരുമോ എന്ന് പേടിച്ചിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തു? ശിഷ്യന്റെ അഭ്യർത്ഥന മാനിച്ചു. എന്നിട്ട് ഈ ശിഷ്യൻ തന്നെ ദണ്ഡോത്സവത്തിന് നേതൃത്വം കൊടുത്തു. അങ്ങനെയാണ് നമ്മൾ കണ്ടത് അല്ലെ. അപ്പൊ നമുക്ക് ഈ കലിയുഗത്തിൽ ജീവിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെയും നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? നമ്മളുടെ മനസ്സിലെ ഭാവവും ഭക്തിയും എല്ലാം കൊണ്ട് നമുക്ക് ഭഗവാന്റെ ദർശനം അല്ലെങ്കിൽ ഭഗവാന്റെ ആ ഒരു രാധാറാണിന്റെ നൂപരങ്ങളുടെ ദർശനം വരെ നമുക്ക് കിട്ടും എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് നമ്മളിപ്പം കണ്ടത്. അത് നമുക്ക് ഇനി അടുത്ത ശ്ലോകത്തിലേക്ക് പോവാം. അപ്പൊ നമുക്ക് മനസ്സിലായി ആ ഭഗവാന് ഇത്ര അവതാരങ്ങളുണ്ട്, സംഖ്യമാണ്. അതിൽ ചിലത് പൂർണ്ണമുണ്ട്, അംശമുണ്ട്, കലാവതാരങ്ങളുണ്ട് ഒക്കെ ഉണ്ടെങ്കിലും ഭഗവാൻ എന്താണ് പൂർണ്ണ സ്വരൂപമായിട്ടാണ് അവതരിച്ചിരിക്കുന്നത്. അത് സ്വയം ഭഗവാനായിട്ട് തന്നെയാണ് അവതരിച്ചിരിക്കുന്നതെന്നും നമ്മൾ മനസ്സിലായി. 27ാമത്തെ ശ്ലോകം. ഋഷയോ മനവോ ദേവ മനുപുത്ര മഹൗസജ കലാ സർവേ ഹരേരേവ സപ്രജാപതയേ പദയസ്മൃതാം. ഋഷയോ മനവോ ദേവ മനുപുത്ര മഹൗജസ കലാ സർവേ ഹരേരേവ സുപ്രജാപതയ സ്മൃതാം. ഹരേ കൃഷ്ണ. രാധിക മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 27. ഋഷയോ മനവോ ദേവ മനുപുത്ര മഹോജസ കലാ സർവേ ഹരേരേവ സ പ്രജാപതയ സ്മൃതാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഞാൻ ശ്രീരഞ്ജിനി മാതാജി. ഫത്മ മാതാജി. ഫത്മ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഋഷയോ മനവോ ദേവ മനുപുത്ര മഹൗജസ കലാ സർവേ ഹരേരേവ സപ്രജാപതയസ്തദാ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. പദാനുപദ തർജ്ജമ. ഋഷയ എല്ലാ ഋഷിമാരും, മനവ എല്ലാ മനുക്കളും, ദേവ എല്ലാ ദേവന്മാരും, മനുപുത്ര എല്ലാ മനുവംശജരും, മഹാ ഓജസ അതിപ്രബലന്മാരായവർ, കലാ പൂർണ്ണാംശങ്ങളുടെ അംശം, സർവേ സർവത് ഹരേ ഭഗവാന് ഏവ
നിശ്ചയമായി പ്രജാപതിയോട് കൂടി സ്മൃത അറിയപ്പെടുന്നു. വിവർത്തന ഭാവാർത്ഥം ഡിവൈൻ ഗ്രേസ് AC ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് ജയ ശ്രീല പ്രഭുപാദ്. സർവഋഷിമാരും മനുക്കളും ദേവന്മാരും മനുവംശജരും വിശേഷിച്ചും അതിപ്രബലരായവരും ഭഗവാന്റെ പൂർണ്ണാധികാരമുള്ള പൂർണ്ണാംശങ്ങളോ പൂർണ്ണാംശത്തിന്റെ അംശങ്ങളോ ആകുന്നു. ഇവരിൽ പ്രജാപതിമാരും ഉൾപ്പെടുന്നു. അപ്പം അതിന്റെ ഭാവാർത്ഥം കൂടെ വായിച്ചേക്കാം. താരതമ്യേന ശക്തി കുറഞ്ഞ അവരെ വിഭൂതികളെന്നും അതിപ്രബല ആവേശ അവതാരങ്ങളെന്നും വിശേഷിപ്പിക്കുന്നു. അതായത് ഭഗവാന്റെ ശക്തി ആവേശ അവതാരങ്ങളെ പറ്റിയാണ് ഭഗവാന്റെ വിഭൂതികളെ, അംശങ്ങളെ, കലകള്, ഭഗവാന്റെ പാർഷദന്മാര്, ഇവരൊക്കെ തന്നെ ഓരോ തരത്തിലുള്ള ഭഗവാന്റെ അവതാരങ്ങളായിട്ട് നമുക്ക് കൂട്ടാം. സർവഋഷിമാരെ, മനുക്കളെ, ദേവന്മാരെ, അതുകൊണ്ട് മന്വന്തര അവതാരം തന്നെ നമ്മൾ പറയുന്നത് അല്ലെ. ഭഗവാന്റെ പൂർണ്ണ അധികാരമുള്ള പൂർണ്ണാംശങ്ങളോ അല്ലെങ്കിൽ പൂർണ്ണാംശത്തിന്റെ അംശങ്ങളോ ആകുന്നു. ഇവരിൽ പ്രജാപതിമാരും ഉൾപ്പെടുന്നു. അതായത് ബ്രഹ്മദേവനാൽ സൃഷ്ടിക്കപ്പെട്ട പ്രജാപതിമാരെ സൃഷ്ടി നടത്താൻ വേണ്ടിയിട്ട് നമുക്കറിയാം. 2-3 പ്രജാപതിമാരുടെ പേരൊക്കെ ഒന്ന് പറയാമോ? നിങ്ങൾ ഉറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത് കേട്ടോ. ആരെങ്കിലൊക്കെ ഉണർന്നിരിപ്പുണ്ടെങ്കിൽ. ദക്ഷ പ്രജാപതി, ആ കശ്യപ പ്രജാപതി, കർദമ പ്രജാപതി, ഇങ്ങനെ പറയുന്ന കുറെ പ്രജാപതികൾ. കർദമ പ്രജാപതിയുടെയും ദേവഹൂതിയുടെയും മകനായിട്ട് ഭഗവാൻ കപിലദേവനായിട്ട് അവതരിച്ചിരുന്നു അല്ലെ. അപ്പൊ ഈ പ്രജാപതിയായിട്ട് വന്നത് തന്നെ ഭഗവാന്റെ അംശാവതാരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അല്ലെ. ബ്രഹ്മദേവൻ തന്നെ ഭഗവാന്റെ ഒരു അവതാരമാണ്. അപ്പൊ അങ്ങനെ ബ്രഹ്മദേവന്റെ പുത്രന്മാരായിട്ട് കുറെ പ്രജാപതിമാരുണ്ടായിരുന്നു. പാർവതി ദേവിയുടെയും അതായത് സതീദേവിയുടെ അച്ഛനായിട്ട് വന്ന ദക്ഷ പ്രജാപതി ഒക്കെ തന്നെ ഭഗവാന്റെ ഒരു അവതാരമായിട്ട് തന്നെ വേണം നമ്മൾ കണക്കാക്കാൻ. 28ാമത്തെ ശ്ലോകം അത് വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ്. നിങ്ങൾ ബൈഹാർട്ടായിട്ട് പഠിക്കാൻ പറ്റുന്നവരൊക്കെ തന്നെ പഠിക്കുക. അത് എവിടെയും നമുക്ക് ആര് ചോദിക്കുന്ന സ്ഥലത്തും നമുക്ക് സംശയ നിവാരണം ഉള്ളവരോട് ഈ ഒരു ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ശ്ലോകമാണ്. അതുകൂടി എടുത്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഏത്തേന്നാണ് അവിടെ കേട്ടോ. അത് തോന്നുന്നു അവിടെ തെറ്റാണല്ലേ. ഏതയാണ് ഏരെന്നാണ് എഴുതിയിരിക്കുന്നത് അല്ലെ. അതെ അതെ, ഏത്തേന്നാണ്. ചാംസ കല. അതുകൊണ്ടാണ് ഞാൻ സംശയത്തിൽ നിർത്തി. ഞാൻ പഠിച്ചിട്ടുള്ള ശ്ലോകം അല്ലാതെ, അതുകൊണ്ടാണ് പെട്ടെന്ന് എനിക്ക് നിന്ന് തോന്നി പ്രഭു അവിടെ നിർത്തിയത് കണ്ടപ്പോ എനിക്ക് തോന്നി, അതാണ് ഞാൻ ഞാൻ പറഞ്ഞത്. ഓർത്തിട്ട് എന്താ എനിക്ക് എന്തെങ്കിലും മായ സംഭവിച്ചോ എന്ന് പറഞ്ഞ് നിർത്തിയതാണ്. ഏതേ ചാംസകല പുംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ഇന്ദ്രാരി വ്യാകുലം ലോകം മൃഡയന്തി യുഗേ യുഗേ. നമ്മൾ വേറൊരു ശ്ലോകം ഭഗവത്ഗീതയിൽ കണ്ടിട്ടല്ലേ, യുഗേ യുഗേ എന്ന് പറഞ്ഞ. ഏത് ശ്ലോകമായിരുന്നു? ഇത് എന്താണ്? പരിത്രാണായ സാധുവിന്. അതന്നെ. ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. അപ്പം അതുപോലെ തന്നെ ഒരു ശ്ലോകമാണിത്. യുഗേ യുഗേ എന്ന് പറഞ്ഞ അവസാനിപ്പിക്കുന്ന ഒരു ശ്ലോകം അല്ലെ. ഏതേ ചാംസ കല പുംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ഇന്ദ്രാരി വ്യാകുലം ലോകം മൃഡയന്തി യുഗേ യുഗേ. അപ്പോൾ ആ ശ്ലോകം എല്ലാവരും ഒന്ന് ജ്ഞാനാംബിക മാതാജി തൊട്ട് തുടങ്ങാം. കാര്യം ഇത് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് എല്ലാവരും ഒന്ന്. രാധിക മാതാജി തുടങ്ങിക്കോ. ജ്ഞാനാംബിക മാതാജി എവിടെയോ മറഞ്ഞിരിക്കുക. ശ്ലോകം 28. ഏതേചാം സകല പുംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ഇന്ദ്രാരി വ്യാകുലം ലോകം മൃഡയന്തി യുഗേ യുഗേ. ഹരേ കൃഷ്ണ. മല്ലിക മാതാജി. രാധിക മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 28. ഏതേജാം ശകല പുംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ഇന്ദ്രാരി വ്യാകുലം ലോകം മൃഡയന്തി യുഗേ യുഗേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. എന്റെ അൺമ്യൂട്ട് ആയില്ല, അതാ ഞാൻ വായിക്കാൻ പറ്റിയത്. വായിക്കട്ടെ? വായിച്ചോളൂ. ഓം നമോ ഭഗവതി വാസുദേവായ. ശ്ലോകം 28. ഏതേഷാം സകല പുംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം
ഇന്ദ്രാരിവ്യാകുലം ലോകം മൃഡയന്തി യുഗേ യുഗേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണകുമാരി മാതാജി. ഹരേ കൃഷ്ണ. ഏതേ ചാംസകല പുംസാം കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ഇന്ദ്രാരി വ്യാകുലം ലോകമുടയന്തി യുഗേ യുഗേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സവിതാ മാതാജി. ഹരേ കൃഷ്ണ. ഏതേ ചാം സകലാ പുംസാ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ഇന്ദ്രാരിവ്യാകുലം ലോകം മൃഡയന്തി യുഗേ യുഗേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പത്മ മാതാജി. ഹരേ കൃഷ്ണ. ഏതേഷാം ശകല പുംസാ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ഇന്ദ്രാരി വ്യാകുലം ലോകം മൃഡയന്തി യുഗേ യുഗേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് ഈ ശ്ലോകം എന്താണെന്ന് നോക്കാം. ഏതേ ഇവയൊക്കെ അംശങ്ങൾ കല പൂർണ്ണാംശങ്ങളുടെ അംശങ്ങൾ പുംസ പരമപുരുഷന് കൃഷ്ണ കൃഷ്ണ ഭഗവാൻ തു എന്നാൽ ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷൻ സ്വയം ഇന്ദ്രവൈരികൾ വ്യാകുലം പ്രക്ഷുബ്ധമായി ലോകം സർവഗ്രഹങ്ങളും മൃഡയന്തി സംരക്ഷണം നൽകുന്നു യുഗേ യുഗേ വ്യത്യസ്ത യുഗങ്ങളിൽ. വിവർത്തനം ഭാവാർത്ഥം ഡിവൈൻ ഗ്രേസ് AC ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് മുകളിൽ പ്രതിപാദിച്ച സർവ്വ അവതാരങ്ങളും പൂർണ്ണ അധികാരമുള്ള പൂർണ്ണാംശങ്ങളിലെ അംശങ്ങളോ ആണ്. എന്നാൽ ശ്രീകൃഷ്ണ ഭഗവാൻ യഥാർത്ഥ പരമദിവ്യോത്തമ പുരുഷനാകുന്നു. നാസ്തികന്മാർ എപ്പോഴൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നുവോ അപ്പോഴൊക്കെ അവർ ഭൂമിയിൽ അവതരിക്കുകയും ആസ്തികന്മാരെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. അപ്പൊ നമ്മള് വ്യക്തമായ സൂചന ശ്രീമദ് ഭാഗവതം നൽകുന്നു അല്ലെ. ശ്രീകൃഷ്ണൻ ഒരു അവതാരം മാത്രമാണ്, അല്ലെങ്കിൽ ഒരു അവതാര പുരുഷനാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരുടെ അടുത്ത് വിഷ്ണുവിന്റെ 50ാമത്തെ അവതാരം എന്നും 8 എന്നും പറയുന്നു. അപ്പൊ അതാണെന്ന് പറയുന്ന ആൾക്കാരുടെ അടുക്കൽ നമുക്ക് അതല്ല എന്ന് ഖണ്ഡിക്കാനായിട്ടുള്ള ഒരു ശ്ലോകമാണ് അല്ലെ. ഈ അവതാരങ്ങളിലെല്ലാം സ്രോതസ്സാണ് ശ്രീകൃഷ്ണൻ അല്ലെ. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം, അതായത് കൃഷ്ണൻ എന്ന് പറഞ്ഞ സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് എന്ന് പറയുകയാണ് അല്ലെ. ഇതിന്റെ എല്ലാം ഈ അംശങ്ങളോ പൂർണ്ണാംശങ്ങളോ വിഭിന്നാംശങ്ങളോ ഒക്കെ ഭഗവാന്റെ അംശങ്ങളാണ് മറ്റുള്ള എല്ലാ അവതാരങ്ങളും അല്ലെ. അപ്പൊ അങ്ങനെ ഇവിടെ നമുക്ക് വ്യക്തമായിട്ട് കാണുവാണ് ഈ ഒരു ഇതിൽ നമുക്ക് വ്യക്തമായിട്ട് അധികാരപ്പെടുത്തി തന്നിരിക്കുകയാണ് അല്ലെ. അപ്പോൾ ഈ ദൈവവിശ്വാസം ഇല്ലാത്ത ആൾക്കാരും അസുരന്മാരും ഇന്ദ്രാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രന്റെ ശത്രു എന്താണ്? അസുരന്മാരല്ലേ. അപ്പൊ അങ്ങനെ അവരൊക്കെ ഈ ഓരോ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കുമ്പോഴേക്കും ഭക്തന്മാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഇങ്ങനെ പല അവതാരങ്ങളും എടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. എപ്പോഴൊക്കെ നാസ്തികന്മാർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അപ്പോഴൊക്കെ. അപ്പം ഈ കലിയുഗത്തില് അങ്ങനെ പ്രശ്നങ്ങളൊക്കെ കൂടുതലും നമ്മുടെ എന്താണ് ഹൃദയത്തിലാണ് ഉണ്ടാകുന്നത് അല്ലെ. പുറത്തുണ്ടാകുന്നതൊക്കെ വളരെ കുറവാണ് എന്ന് നമ്മൾ കണ്ടു അല്ലെ. നമുക്ക് ഈ ഈ ഹിരണ്യകശിപു എന്ന് പറഞ്ഞ ഹിരണ്യാക്ഷൻ എന്നൊക്കെ ഉള്ളൊരു 4 അക്ഷരമായിരുന്നു സത്യയുഗത്തിൽ വന്നപ്പോഴത്തേനും. ഇവിടെ വന്നപ്പോഴത്തേനും 3 മാറി. ത്രേതായുഗത്തിൽ രാവണൻ 3 മാറി. അത് കഴിഞ്ഞിട്ട് ദ്വാപരയുഗത്തിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും കംസനായി മാറി 2 മാറി. അത് കഴിഞ്ഞിട്ട് കലിയുഗത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ 1 മാറി. എന്താണ്? ഞാനല്ലേ, മെയിം. അതായത് ഞാൻ എന്നുള്ള ഒരൊറ്റ അക്ഷരമായിട്ട് അത് ചുരുങ്ങി. അതായത് പ്രശ്നം എവിടെയാണ്? നമ്മളിൽ തന്നെയാണ് അല്ലെ. ഞാൻ അല്ലെങ്കിൽ എന്റെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു അഹങ്കാരം ആണ്. ഈ അസുരനൊക്കെ എവിടെയാണ് വസിക്കുന്നത്? നമ്മളുടെ ഹൃദയത്തിൽ തന്നെയാണ്, നമ്മളുടെ മനസ്സിൽ തന്നെയാണ് ഈ അസുരന്മാരുള്ളത്. മറ്റൊക്കെ 2 ലോകങ്ങളിലും 2 യുഗങ്ങളിലും അവിടെ ഇവിടെയൊക്കെ ആയിരുന്നു. 2 കുടുംബങ്ങളിലൊക്കെ ആയിരുന്നു ശത്രുക്കളൊക്കെ താമസിച്ചത്. ഇപ്പൊ ആ ശത്രുക്കളോ അരികളോ അസുരന്മാരോ ഒക്കെ തന്നെ നമ്മളുടെ ഉള്ളിലാണ്. ഞാൻ എന്ന് പറയുന്ന ആ ഒരു സംഭവമാണ് നമ്മുടെ ശത്രു. അപ്പം ഇതിന്റെ ഭാവാർത്ഥം വളരെ വലുതാണ്. അതുകൊണ്ട് നമുക്ക് ഓരോരുത്തരായിട്ട് ഭാഗവതം ഉള്ളവരൊക്കെ എടുത്ത് തയ്യാറായിട്ട് നിൽക്കുക. ഓരോരുത്തരും ഓരോ പാരഗ്രാഫ് വീതം വായിക്കുക. ഹരേ കൃഷ്ണ. നമുക്ക് വലിയ മാതാജിയിൽ നിന്ന് തുടങ്ങാം. വലിയ മാതാജി. മാതാജി കാണുന്നില്ല. ആ ഞാനില്ല, എന്നോടല്ലേ?
അതെ അതെ. യഥാർത്ഥം. വിവർത്തനം വായിച്ചിട്ടൊക്കെ ഒരു പാരഗ്രാഫ്. വിവർത്തനം അല്ല മാതാജി, ഭാവാർത്ഥമാണ്, ഭാവാർത്ഥം. ഈ ശ്ലോകത്തിൽ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ ശ്രീകൃഷ്ണനെ മറ്റവതാരങ്ങളിൽ നിന്നും വേർതിരിച്ചു കാണിക്കുന്നു. അവിടുത്തെ അഹൈതുകരമായ കൃപയാൽ ഭഗവാൻ തന്റെ അതീന്ദ്രിയ ധാമത്തിൽ നിന്നും ഇറങ്ങി വരുന്നതിനാൽ അവിടുന്ന് അവതാരങ്ങളുടെ മധ്യേ ജനിച്ചിരിക്കുന്നു. അവരോഹണം ചെയ്യുന്നവൻ എന്നാണ് അവതാരത്തിനർത്ഥം. സ്വയം ഭഗവാൻ ഉൾപ്പെടെ ഭഗവാന്റെ എല്ലാ അവതാരങ്ങളും പ്രത്യേക ദൗത്യങ്ങൾ നിർവഹിക്കുന്നതിനായി ഭൗതിക ലോകത്തിലെ വ്യത്യസ്ത ഗ്രഹങ്ങളിൽ വിഭിന്ന ജീവിവർഗങ്ങളിൽ അവതരിക്കുന്നു. ചിലപ്പോൾ ഭഗവാൻ സ്വയം വരുന്നു, മറ്റു ചിലപ്പോൾ ഭഗവാന്റെ വ്യത്യസ്ത സമഗ്രാംശങ്ങളുടെ അംശങ്ങളോ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഭഗവാനാൽ ശക്ത്യാവേശിതരായ അവിടുത്തെ വിഭിന്ന അംശങ്ങളോ ഈ ഭൗതിക ലോകത്തിൽ സവിശേഷമായ കൃത്യനിർവഹണത്തിനായി അവതരിക്കുന്നു. ഭഗവാൻ മൗലികമായി സമസ്ത ഐശ്വര്യങ്ങൾ, വീര്യം, യശസ്, സൗന്ദര്യം, ജ്ഞാനം, വൈരാഗ്യം എന്നിവയാൽ സമ്പൂർണനാണ്. സമഗ്രാംശങ്ങളിലൂടെയോ സമഗ്രാംശത്തിന്റെ അംശങ്ങളിലൂടെയോ അവയൊക്കെ ഭാഗികമായി പ്രകടമാകുമ്പോൾ ആ സവിശേഷ കൃത്യങ്ങൾ നിർവഹിക്കാനായി ഭഗവാന്റെ വ്യത്യസ്ത ശക്തികളുടെ ഒരു പ്രത്യേക ആവിഷ്കരണം മാത്രമേ ആവശ്യമായുള്ളൂവെന്ന് മനസ്സിലാക്കണം. ഒരു മുറിയിൽ ചെറിയ വൈദ്യുതി വിളക്കുകൾ പ്രകാശിക്കുന്നതിനാൽ വൈദ്യുതി നിലയത്തിന്റെ ശക്തി ആ ചെറിയ വൈദ്യുതി വിളക്കുകളാൽ പരിമിതപ്പെട്ടിരിക്കുന്നു എന്ന അർത്ഥമില്ല. അതേ വൈദ്യുതി നിലയത്തിന്റെ അതിവിപുലമായ വ്യവസായശാലയിലെ യന്ത്രങ്ങളെ ഇനിയും ഉയർന്ന വോൾട്ടേജിൽ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നു. അതുപോലെ ഭഗവത് അവതാരങ്ങൾ പരിമിതമായ ശക്തി പ്രദർശിപ്പിക്കുന്നത് ആ പ്രത്യേക സമയത്ത് അത്രമാത്രം ശക്തിയെ ആവശ്യമുള്ളൂ എന്നതിനാലാണ്. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മളിവിടെ കണ്ടു, ഇതിനകത്ത് കണ്ടത് ഭഗവാൻ എന്താണ്? സർവസമ്പന്നനും ശക്തിമാനും സർവകീർത്തിമാനും സർവ സൗന്ദര്യവാനും സർവവിജ്ഞാനിയും സർവപരിത്യാഗിയുമാണ് അല്ലെ. ഭഗവാൻ എന്ന് പറയുന്നതിന് പരാശരമാനി കൊടുത്ത ഡെഫിനേഷൻ ആണല്ലേ. ഇത്രയും മുഴുവൻ ഭാവത്തിൽ നമ്മളും ഇതിലേക്ക് കുറച്ചൊക്കെ ഉണ്ട്, കാര്യം ഭഗവാന്റെ അംശമായതുകൊണ്ട് നമുക്കും കുറച്ചൊക്കെ ഉണ്ട്. നമുക്കൊക്കെ ചെറിയ രീതിയിലുള്ള ഭഗവാൻ അത് പൂർണ്ണമായിട്ടും ഉണ്ടെന്ന് മനസ്സിലായി. അപ്പൊ അതിനായിട്ട് ഒരു വലിയ വിളക്ക് ഒരു മുറിയിൽ കത്തിച്ചു വെച്ചിരിക്കുകയാണ്. അതിന്റെ അടുത്ത് എത്ര ചെറിയ വിളക്ക് വെച്ചിട്ടും എന്താണ് ഒരു കാര്യമില്ല. കാര്യം ഭഗവാന്റെ പ്രഭയുള്ളപ്പോൾ മറ്റുള്ള ആ അവതാരങ്ങളിലൊക്കെ ശക്തി എന്ന് പറഞ്ഞു വളരെ കുറച്ച് നേരത്തേക്കേ ഉള്ളു അല്ലെ. ഭഗവാന്റെ ആ ഒരു പ്രഭയാലാണ് അത് കിട്ടുന്നതും അത് ഒരു പ്രത്യേക സമയം അല്ലെ പ്രത്യേക ദൗത്യത്തിന് ശേഷം അത് മാഞ്ഞു പോകുന്നതുമാണ് എന്നുള്ള ഒരു ഉദാഹരണം മുഖാന്തരം വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇനി രാധിക മാതാജി അടുത്ത പാരഗ്രാഫ്. കാണുന്നില്ല. അപ്പം ഞാൻ നബിയ മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ദൃഷ്ടാന്തമായി ഭഗവാൻ പരശുരാമനും നരസിംഹ ഭഗവാനും യഥാക്രമം ആജ്ഞാനിഷേധികളായ ക്ഷത്രിയരെ 21 പ്രാവശ്യം ഉന്മൂലനം ചെയ്യുകയും മഹാശക്തനും നാസ്തികനുമായ ഹിരണ്യകശിപുവിനെ വധിച്ച് അസാമാന്യമായ ശൗര്യം പ്രദർശിപ്പിക്കുകയും ചെയ്തു. അനിഷ്ടപരമായ തന്റെ പുരിയ ചലനങ്ങൾ കൊണ്ട് മാത്രം അന്യഗ്രഹത്തിലെ ദേവന്മാരെ വിറപ്പിക്കത്തക്ക വിധം അതിശക്തനായിരുന്നു. ഹിരണ്യകശിപു ഭൗതിക അസ്തിത്വത്തിലെ ഉന്നത ദേവന്മാർ അതിശ്രേഷ്ഠരായ മനുഷ്യരെക്കാളും ആയുസ്സിലും സൗന്ദര്യത്തിലും സമ്പത്തിലും പരിച്ഛദങ്ങളിലും മറ്റെല്ലാ വിധത്തിലും 10 മടങ്ങ് മഹത്വമുള്ളവരാകുന്നു. എന്നിരുന്നാലും അവർ ഹിരണ്യകശിപുവിനെ ഭയപ്പെട്ടു. അങ്ങനെ ഈ ഭൗതിക ലോകത്തിൽ ഹിരണ്യകശിപു എത്ര പ്രബലനാണെന്ന് നമുക്ക് സങ്കല്പിക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ടും നരസിംഹ ഭഗവാന്റെ നഖങ്ങളാൽ ഹിരണ്യകശിപു ചെറുകണ്ണങ്ങളായി ഛേദിക്കപ്പെട്ടു. ഭൗതികമായി ശക്തരായ ആർക്കും തന്നെ ഭഗവാന്റെ നഖബലത്തിനോട് കിടപിടിക്കുവാൻ സാധ്യമല്ലെന്ന് ഇത് അർത്ഥമാക്കുന്നു. അതുപോലെ അവരുടേതായ പദവികളിൽ ശക്തിയുക്തം അവസ്ഥിതമായിരുന്ന ധിക്കാരികളായ രാജാക്കന്മാരെ വധിച്ചുകൊണ്ട് ജമദഗ്നൻ ഭഗവത് ശക്തി പ്രദർശിപ്പിച്ചു.
ഭഗവത് ശക്തി പ്രദർശിപ്പിച്ചു. ഭഗവാന്റെ അധികാരപ്പെടുത്തപ്പെട്ട അവതാരമായ നാരദനും പൂർണ്ണാംശ അവതാരമായ വരാഹവും അധികാരപ്പെടുത്തപ്പെട്ട പരോക്ഷ അവതാരമായ ശ്രീബുദ്ധനും സാമാന്യ ജനങ്ങളിൽ വിശ്വാസം ജനിപ്പിച്ചു. രാമാവതാരവും ധന്വന്തരി അവതാരവും ഭഗവാന്റെ കീർത്തിയെയും, ബലരാമൻ, മോഹിനി, വാമനൻ എന്നീ അവതാരങ്ങൾ ഭഗവാന്റെ സൗന്ദര്യത്തെയും, ദത്താത്രേയൻ, മത്സ്യൻ, കുമാരൻ, കപിലൻ എന്നീ അവതാരങ്ങൾ ഭഗവാന്റെ അതീന്ദ്രിയ വിജ്ഞാനത്തെയും, നരനാരായണ അവതാരങ്ങൾ ഭഗവാന്റെ പരിത്യാഗത്തെയും പ്രദർശിപ്പിച്ചു. ആകയാൽ പ്രത്യക്ഷവും പരോക്ഷവുമായ ഭഗവാന്റെ വ്യത്യസ്ത അവതാരങ്ങൾ വിഭിന്ന സവിശേഷതകളെ സ്പഷ്ടമാക്കി. എന്നാൽ ആദിഭഗവാനായ ശ്രീകൃഷ്ണൻ പരമദിവ്യോത്തമ പുരുഷന്റെ സമ്പൂർണ്ണ ലക്ഷണങ്ങളെയും പരിപൂർണ സവിശേഷതകളെയും പ്രദർശിപ്പിച്ചു. ആകയാൽ അപ്രകാരം സർവ്വ അവതാരങ്ങളുടെയും സ്രോതസ്സായി ശ്രീകൃഷ്ണ ഭഗവാനെ സ്ഥിരീകരിച്ചിരിക്കുന്നു. ശ്രീകൃഷ്ണ ഭഗവാൻ പ്രദർശിപ്പിച്ച അതിശ്രേഷ്ഠവും അനന്യസാധാരണവുമായ സവിശേഷത തന്റെ ആന്തരീയ ശക്തിയുടെ ആവിഷ്കാരമായ ഗോപികമാരോടൊത്തുള്ള അദ്ദേഹത്തിന്റെ ലീലകളാകുന്നു. കാമരൂപേണ അഭിവ്യക്തമാക്കപ്പെട്ടതെങ്കിലും ഗോപികമാരോടൊപ്പമുള്ള ഭഗവാന്റെ ലീലകൾ അതീന്ദ്രിയ അസ്തിത്വത്തിലുള്ളതും പരമാനന്ദപൂർണവും വിജ്ഞാന സമ്പൂർണവുമാകുന്നു. ഗോപികമാരോടൊത്തുള്ള ഭഗവാന്റെ ലീലകളുടെ സവിശേഷ ആകർഷണത്തെ ഒരിക്കലും തെറ്റായി വ്യാഖ്യാനിക്കരുത്. ഈ അതീന്ദ്രിയ ലീലകളെ സംബന്ധിച്ച് ഭാഗവതം ദശമസ്കന്ധത്തിൽ വിശദമാക്കുന്നു. ഗോപികമാരോടൊത്തുള്ള ശ്രീകൃഷ്ണ ഭഗവാന്റെ ലീലകളുടെ അതീന്ദ്രിയ സ്വഭാവം ഗ്രഹിക്കുവാൻ ഒരാളെ പ്രാപ്തമാക്കുന്നതിനായി ഭാഗവതം പഠിതാവിനെ മറ്റ് നവസ്കന്ധങ്ങളിലൂടെ ക്രമേണ ഊർജിതപ്പെടുത്തുന്നു. ഹരേ കൃഷ്ണ. അതായത് മറ്റുള്ള 9 സ്കന്ധങ്ങൾ പഠിച്ചാൽ മാത്രമേ ഉള്ളൂ ഈ ഗോപികമാരുമായിട്ടുള്ള ലീലകളുള്ള 10ാം സ്കന്ധം നമുക്ക് വായിച്ചാൽ മനസ്സിലാകുള്ളൂ. അതിനുള്ള യോഗ്യത എത്തണമെങ്കിൽ അങ്ങനെ വേണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഭഗവാൻ സർവ്വബലവാനായിട്ട് നമുക്ക് കണ്ടു. ഒരു അംശാവതാരത്തിൽ കണ്ടു അല്ലെ. എന്തായിരുന്നു? പരശുരാമൻ അവതാരത്തില്. പിന്നെ സർവ്വപരിത്യാഗമായിട്ട് നരനാരായണ ഇതായിട്ട് കണ്ടു. ബലരാമൻ, അതുപോലെ തന്നെ വാമനൻ, അതുപോലെ തന്നെ അങ്ങനെ 2-3 അവതാരങ്ങൾ ഭഗവാൻ അതിസൗന്ദര്യവാനായിട്ട് കണ്ടു. പിന്നെ മോഹിനി അവതാര ഭഗവാൻ. അപ്പൊ ഇവിടെ അത് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെക്കണം. ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഭഗവാന്റെ ആ ഓരോ പരിത്യാഗത്തിന്റെയും സൗന്ദര്യത്തിന്റെയും സർവ്വസമ്പന്നവാനായിട്ടും ഒക്കെയുള്ള ഓരോ അവതാരങ്ങളെ നമ്മൾ കണ്ടു അല്ലെ. രാമാവതാരവും ധന്വന്തരി ഭഗവാന്റെ കീർത്തിയെയും, ബലരാമൻ, മോഹിനി, വാമൻ എന്നീ അവതാരങ്ങൾ ഭഗവാന്റെ സൗന്ദര്യത്തെയും, ദത്താത്രേയൻ, മത്സ്യം, കുമാരൻ, കപിലൻ എന്നീ അവതാരങ്ങൾ ഭഗവാന്റെ അതീന്ദ്രിയ വിജ്ഞാനത്തെയും, നരനാരായണ അവതാരങ്ങൾ ഭഗവാന്റെ അതീന്ദ്രിയ പരിത്യാഗത്തെയും പ്രദർശിപ്പിച്ചു. നരനാരായണ ഋഷിമാരെന്താണ് നമ്മൾ കണ്ടത്? അവർ തപസ്സിരിക്കുകയാണല്ലോ അല്ലെ. അവരുടെ ശരീരത്തിലൊക്കെ അതിസുന്ദരിമാരായ അപ്സര സ്ത്രീകളൊക്കെ ഉണ്ട്. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ അറിയാൽ ഉർവശി എടുത്ത് ഇന്ദ്രന് കൊടുത്തൊക്കെ അറിയാലോ. അത് പരിത്യാഗത്തിന്റെ ലക്ഷണമാണ്. അങ്ങനെ പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ഗോപികമാരുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു രാസലീല അടക്കമുള്ളത് ഒക്കെ നമ്മള് മറ്റുള്ള ആൾക്കാര് വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ ഒരിക്കലും അതിനെ ആ ഒരു രീതിയിൽ കാണരുത്. അതുകൊണ്ട് നമ്മൾ 9 സ്കന്ധങ്ങളും വായിച്ചിട്ട് 10ാം സ്കന്ധത്തിൽ എത്തി നമ്മൾ അതിനുള്ള യോഗ്യത നേടാവുള്ളൂ. 10ാം സ്കന്ധത്തിൽ എത്തി ഗോപികമാരുമായിട്ടുള്ള ലീലകൾ ആദ്യം വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നമ്മളുടെ മനസ്സ് ചഞ്ചലമാകും അല്ലെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിന്റെ യോഗ്യത തീർച്ചയായിട്ടും എത്താനായിട്ട് നമ്മൾ പ്രാപ്തരാകേണ്ടത് വളരെയധികം അത്യന്താപേക്ഷിതമാണെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇനി അടുത്ത പാരഗ്രാഫ് രാധിക മാതാജി. ഹരേ കൃഷ്ണ. പ്രാമാണിക കേന്ദ്രങ്ങളെ ആധാരമാക്കിയുള്ള ശ്രീല ജീവഗോസ്വാമിയുടെ പ്രസ്താവനയനുസരിച്ച് മറ്റെല്ലാ അവതാരങ്ങളുടെയും സ്രോതസ് ശ്രീകൃഷ്ണ ഭഗവാനാകുന്നു. അദ്ദേഹത്തിന് യാതൊരു അവതാര സ്രോതസ്സുമില്ല. ശ്രീകൃഷ്ണ ഭഗവാനിൽ സ്വയം പരമസത്യത്തിന്റെ സർവലക്ഷണങ്ങളും സമഗ്രമായി കാണപ്പെടുന്നുവെന്നു മാത്രമല്ല, ഭഗവത്ഗീതയിൽ ഭഗവത് സമാനമായോ ഉപരിയായോ
യാതൊരു സത്യവുമില്ലെന്ന് ഭഗവാൻ നിശ്ചിതമായി പ്രഖ്യാപിക്കുന്നു. ഈ ഉദ്ധരണിയിൽ സ്വയം എന്ന പദത്തിന് സവിശേഷ ഊന്നൽ നൽകിയിരിക്കുന്നത് ശ്രീകൃഷ്ണ ഭഗവാന് അദ്ദേഹത്തിൽ നിന്ന് വിഭിന്നമായ യാതൊരു ഉറവിടവുമില്ലെന്ന് സ്ഥിരീകരിക്കാനാണ്. എന്നിരുന്നാലും മറ്റിടങ്ങളിൽ അവതാരങ്ങളെ അവരുടേതായ സവിശേഷ ദൗത്യത്തെ കണക്കിലെടുത്ത് ഭഗവാൻ എന്ന് വിശേഷിപ്പിക്കുന്നു. അവരെ ഒരു സ്ഥലത്തും പരമസത്വം അഥവാ പരമദിവ്യോത്തമ പുരുഷൻ എന്ന് വിശേഷിപ്പിക്കുന്നില്ല. ഈ ശ്ലോകത്തിൽ സ്വയം എന്ന പദം വിശിഷ്ടമായ പരമോന്നതാധികാരത്തെ സൂചിപ്പിക്കുന്നു. വിഷ്ണുസ്തു ഭഗവാൻ സ്വയം എന്ന് പറയുമ്പോൾ അതൊരു വളരെ കൃത്യമായിട്ടുള്ള ആധികാരികമായിട്ടുള്ള ഒരു പരമാധികാരമായിട്ടാണ് ആ ഒരു ശ്ലോകത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് വ്യക്തമാണ്. നമ്മൾ സാധാരണഗതിയിൽ മലയാളത്തിലുള്ള വ്യാഖ്യാനങ്ങൾക്ക് സാധാരണ ഇതിൽ വ്യാഖ്യാനം വെച്ച് കഴിഞ്ഞാൽ അവര് വേറൊരു രീതിയിലായിരിക്കും നമ്മൾ ഇതിനെ മനസ്സിലാക്കുന്നത്. അതായത് നമ്മുടെ മലയാളത്തിൽ ഭാഗവത സപ്താഹം പറയുന്ന ആൾക്കാരൊന്നും ഇങ്ങനെ സ്ട്രെസ് കൊടുത്ത് പറയുന്നില്ല അല്ലെ. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണൻ ഭഗവാന്റെ ഒരു പൂർണ്ണമായിട്ടുള്ള അവതാരമാണെന്ന് മാത്രം അവർ പറയും അല്ലെ. ഭഗവാന്റെ 9ാമത്തെ അവതാരമായിരുന്നു, ഒരു പൂർണ്ണ അവതാരമായിരുന്നു എന്ന് മാത്രം അവർ പറഞ്ഞു ഒതുക്കും. പക്ഷെ നമ്മൾ ശ്രീലപ്രഭുപാദരുടെ വ്യാഖ്യാനം നോക്കുമ്പോൾ മാത്രമാണ് ആ സ്വയം എന്ന് പറയുന്ന വാക്ക് എന്തുമാത്രം സ്ട്രെസ് കൊടുത്തിട്ടാണ്, അതുപോലെ തന്നെ ആ ഭഗവാന്റെ പൂർണ്ണമായിട്ടുള്ള അധികാരങ്ങളും ആ ഒരു പൂർണ്ണമായിട്ടുള്ള ആ ഒരു പരമാധികാരം നമ്മൾ മനസ്സിലാക്കിയതും അദ്ദേഹത്തിന്റെ വൈഭവങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ ആ ഒരു ഭാവാർത്ഥവും ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ മാത്രമാണ്. ഇനി അടുത്ത് ലാസ്റ്റ് കൃഷ്ണകുമാരി മാതാജി അവസാനത്തെ പാരഗ്രാഫ്. മാതാജി ഇല്ല, എല്ലാവർക്കും ഉറക്കം വരുന്നുണ്ടായിരിക്കും അല്ലെ. വായിക്കണോ പ്രഭു? കുറച്ചും ആ കൂടി. മാതാജി തന്നെ വായിച്ചോളൂ. പരമോന്നതനായ ശ്രീകൃഷ്ണൻ ദ്വിതീയനല്ല, അദ്വിതീയനാണ്. ഭഗവാൻ സ്വയം നിരവധി ഭാഗങ്ങളായി, അംശങ്ങളായി, അണുക്കളായി, സ്വയം രൂപ, സ്വയം പ്രകാശ, തദേകാത്മ, പ്രാഭവ, വൈഭവ, വിലാസ, അവതാര, ആവേശ, ജീവാത്മ എന്നിങ്ങനെ സ്വയം വിസ്തരിച്ചിരിക്കുന്നു എന്നു മാത്രമല്ല സർവ്വതിലും യഥായോഗ്യമായ വ്യക്തികളിലും വ്യക്തിത്വങ്ങളിലും ആവശ്യം വേണ്ടുന്നത്ര അസംഖ്യം ശക്തികളിലും സംഭരിച്ചു നൽകിയിരിക്കുന്നു. അതീന്ദ്രിയ വിഷയത്തിൽ അവഗാഹമുള്ള പണ്ഡിതർ പരമോന്നതനായ ശ്രീകൃഷ്ണന്റെ പ്രധാന 64 സവിശേഷ ലക്ഷണങ്ങളെയും സസൂക്ഷ്മം നിരീക്ഷിച്ചിരിക്കുന്നു. ഭഗവാന്റെ സർവ്വത വിസ്തരണങ്ങളും അഥവാ വിഭാഗങ്ങളും ഈ വിശേഷ ഗുണങ്ങളുടെ നാമമാത്രമായ ശതമാനമേ ഉൾക്കൊള്ളുന്നുള്ളൂ. എന്നാൽ വിശേഷ ഗുണങ്ങൾ ശ്രീകൃഷ്ണനിൽ 100% ആവിഷ്ടമായിരിക്കുന്നു. മാത്രവുമല്ല ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്വവിസ്തരണങ്ങളായ സ്വപ്രകാശ, തത് ഏകാത്മ മുതൽ അവതാരങ്ങൾ വരെയുള്ള വിഭാഗങ്ങളെല്ലാം തന്നെ വിഷ്ണു തത്വങ്ങളാകുന്നു. അവ ഈ സവിശേഷ ഗുണങ്ങൾ 93% ഉടമസ്ഥതയിലാക്കിയിരിക്കുന്നു. അവതാരമോ ആവേശമോ ഈ ഇരു വിഭാഗക്കാർക്കും മധ്യേയല്ലാത്ത ശിവഭഗവാൻ ഈ സവിശേഷ ഗുണങ്ങളുടെ ഏകദേശം 84% അധീനതയിലാക്കിയിരിക്കുന്നു. എന്നാൽ ജീവിതത്തിന്റെ വിഭിന്ന പദവിയിലുള്ള വ്യക്തിഗത ആത്മാക്കൾ അങ്ങേയറ്റം 73% ഈ സവിശേഷ ഗുണങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നു. ഭൗതിക അസ്തിത്വത്തിലെ ബദ്ധജീവിതത്തിൽ ജീവാത്മാക്കൾ ഈ ഗുണങ്ങൾ അത്യധികം തുച്ഛമായ അളവിൽ ജീവാത്മാക്കളുടെ ധർമാനുസൃത ജീവിതത്തിന്റെ ഏറ്റക്രമമനുസരിച്ച് കൈവശമാക്കിയിരിക്കുന്നു. ജീവാത്മാക്കളിൽ അതിശ്രേഷ്ഠനും ഏകപ്രപഞ്ചത്തിന്റെ പരമനീന്താവും ബ്രഹ്മദേവനാകുന്നു. അദ്ദേഹം സവിശേഷ ഗുണങ്ങളിൽ 78% പൂർണ്ണമായി ആർജിച്ചിരിക്കുന്നു. മറ്റെല്ലാ ദേവന്മാരും അതേ സവിശേഷ ഗുണങ്ങൾ അല്പമാത്രമായ അളവിൽ സ്വന്തമാക്കിയിരിക്കുന്നു. അതേസമയം മാനവരിൽ ഗുണങ്ങൾ അത്യധികം തുച്ഛമായ അളവിലാണ് നിലകൊള്ളുന്നത്. മനുഷ്യന്റെ പരിപൂർണതയുടെ മാനദണ്ഡം ഈ സവിശേഷ ഗുണങ്ങളെ 78% സമ്പൂർണമായി വികസിപ്പിക്കുകയാണ്. ശിവൻ, വിഷ്ണു അല്ലെങ്കിൽ ഭഗവാൻ കൃഷ്ണൻ എന്നിവർക്കുള്ള സമാന സവിശേഷ ഗുണങ്ങൾ ജീവാത്മാക്കൾ ഒരിക്കലും സ്വായത്തമാക്കില്ല.
78% അതീന്ദ്രിയ ഗുണങ്ങൾ സമ്പൂർണമായി സ്വായത്തമാക്കി ജീവാത്മാവിന് ദേവപദവിയിലേക്ക് ഉയരാമെങ്കിലും അവന് ശിവൻ, വിഷ്ണു അല്ലെങ്കിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്നിവരെ പോലെ ആയിത്തീരാൻ ഒരിക്കലും സാധ്യമല്ല. കാലക്രമേണ അവന് ഒരു ബ്രഹ്മാവായി തീരാം. ആത്മീയാകാശത്തിലെ എല്ലാ ഗൃഹനിവാസികളായ ദൈവിക ജീവാത്മാക്കളും ഹരിധാമമെന്നും മഹേശധാമമെന്നും അറിയപ്പെടുന്ന വിഭിന്ന ആത്മീയ ഗ്രഹങ്ങളിലെ ഭഗവാന്റെ ശാശ്വത സഹചാരികളാണ്. സർവമാന ആത്മീയ ഗ്രഹങ്ങളും ഉപരിയായ ശ്രീകൃഷ്ണ ഭഗവാന്റെ ധാമത്തെ കൃഷ്ണലോകം അഥവാ ഗോലോക വൃന്ദാവനമെന്ന് അഭിസംബോധന ചെയ്യുന്നു. പൂർവമായി പ്രസ്താവിച്ച 78% സവിശേഷ ഗുണങ്ങളും പരിപൂർണമായി സ്വായത്തമാക്കിയ ശ്രേഷ്ഠ ജീവാത്മാക്കൾക്ക് നിലവിലെ ഭൗതിക ശരീരം ഉപേക്ഷിച്ച ശേഷം കൃഷ്ണലോകം എന്ന ഗ്രഹത്തിൽ പ്രവേശിക്കാൻ സാധ്യമാകുന്നു. ഹരേ കൃഷ്ണ. അപ്പൊ ഇതൊരു വളരെ ഡീപ്പ് സബ്ജക്റ്റ് ആണ്. ഒരു 3-4 ദിവസം ക്ലാസ് എടുക്കേണ്ട സബ്ജക്റ്റ് ആണ്. പക്ഷെ നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് നമ്മള് കണ്ടത് സ്വയം രൂപ, സ്വയം പ്രകാശ, തടേകാത്മക, പ്രഭാവ, വൈഭവ, വിലാസ, അവതാര, ആവേശ, ജീവാത്മ എന്നിങ്ങനെ സ്വയം ഭഗവാൻ വിസ്തരിച്ചിരിക്കുന്നത് പല ഭാവങ്ങളിലും അംശങ്ങളിലും കലകളിലും ഒക്കെ ആയിട്ട് വിവരിച്ചിരിക്കുന്നു. അതിനെപ്പറ്റി തന്നെ പറയാനായിട്ട് ഒരുപാടുണ്ട്. ഇതിന് ഓരോന്നിനും എക്സ്പ്ലനേഷനും അത് വളരെ ഡീറ്റെയിൽഡ് സബ്ജക്റ്റ് ആണ്. അപ്പൊ നമുക്കറിയാം ഭഗവാൻ എത്ര ഗുണങ്ങളാണുള്ളത്. ഭഗവാൻ 64 ദിവസമാണ് സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ 64 കലകൾ പഠിച്ചു. അങ്ങനെ ഭഗവാന് പൂർണ്ണമായിട്ട് 64 ഗുണങ്ങളും പൂർണ്ണമായിട്ടുള്ള ഒരു ആളാണ് ഭഗവാൻ. അതുപോലെ ബലരാമനും 64 ഗുണങ്ങളുണ്ട് പൂർണ്ണമായിട്ടും. പക്ഷെ ഇവർ രണ്ടുപേരും ഭാവത്തിൽ മാത്രം ശകലം വ്യത്യാസം ഉണ്ടല്ലേ? എന്താണ് ആ വ്യത്യാസം? അത് ഇതല്ലേ ഭഗവാന്റെ സന്തത ഇതല്ലേ ബലരാമൻ? നിറത്തിലൊരു വ്യത്യാസമുണ്ട്. ഒരാള് നിറത്തിലും ഒരാള് സ്വർണ്ണവർണ്ണവും ഒരാള് കറുത്ത വർണ്ണമാണ് അല്ലെ? ശ്യാമവർണ്ണമാണ് അല്ലെ? പിന്നെ എന്താണ് ഭാവത്തിലുള്ള വ്യത്യാസം? ഒരാള് ഭഗവാൻ അല്ലേ? ഭോക്താരാം യജ്ഞ തപസാം അല്ലെ? എല്ലാത്തിന്റെ ഭോക്താവാണ് കൃഷ്ണൻ അല്ലേ? നമ്മൾ കൊടുക്കുന്ന എല്ലാം അദ്ദേഹം സ്വീകരിക്കാനായിട്ട് ഇരിക്കുകയാണ്. എല്ലാ ഭോഗങ്ങളിലും പൂജിക്കുന്ന ആളാണ് അല്ലെ? യജ്ഞങ്ങളെല്ലാം സ്വീകരിക്കുന്ന ആളാണ്. മറ്റേ ആളാരാണ്? സേവകനാണ് അല്ലെ? എല്ലാം കൊടുക്കുന്ന ആള് അല്ലെ? ഒരാള് കൊടുക്കാനിരിക്കുന്നു, മറ്റൊരാള് സ്വീകരിക്കാനിരിക്കുന്നു. ഇതാണ് രണ്ടുപേരുടെയും ഭാവം. ബലരാമൻ സേവകനാണ് അല്ലെ? ഗുരു തത്വം. ഗുരു എന്താണ്? ഭഗവാൻ എല്ലാം കൊടുക്കുന്ന ഭഗവാന്റെ സേവകൻ എന്നുള്ള ഭാവമാണ് ഗുരുവിന്റെ അല്ലെ? ആ ഒരു സ്ഥാനമാണ്. അപ്പൊ ആ ഗുരു തത്വമാണ് ഭഗവാന് സേവ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും അറേഞ്ച് ചെയ്യുന്ന ആളാണ് ബലരാമന്റെ ഭാവം. പക്ഷെ ഭഗവാൻ എല്ലാത്തിന്റെ സ്വീകർത്താവ്. അതാണ്. അപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ 64 ക്വാളിറ്റീസിലെ 4 ക്വാളിറ്റീസ് കൃഷ്ണന് മാത്രമായിട്ടുണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്? രൂപമാധുര്യം, പ്രേമമാധുര്യം, ലീലാമാധുര്യം, പിന്നെ വേണുമാധുര്യം. ഇത് മാത്രം ഭഗവാൻ മാത്രം അവകാശപ്പെട്ടതാണ് അല്ലെ? ഈ 4 ക്വാളിറ്റീസ്. അതുപോലെ അങ്ങനെ ആകുമ്പോ 60 ക്വാളിറ്റീസ് വിഷ്ണുവിനുണ്ട്. പിന്നെ എന്താണ് 55 ക്വാളിറ്റീസ് ശിവനുണ്ട്, 50 ക്വാളിറ്റീസ് ബ്രഹ്മാവിനുണ്ട് എന്നാണ് നമ്മൾ നേരത്തെ കണ്ടിരിക്കുന്നത് അല്ലെ? അപ്പൊ അത് ഇവിടെ അതിന് ശതമാനമായിട്ട് പറഞ്ഞിരിക്കുന്നു അല്ലെ? നമുക്ക് ഗോലോകത്തിൽ എത്തിച്ചേരാനായിട്ടുള്ള ക്വാളിറ്റീസ് എന്ന് പറഞ്ഞാൽ 78% ഉണ്ടാകണം. നമ്മൾ ഒരിക്കലും ഒരു ജീവാത്മാവ് ഒരു ബ്രഹ്മദേവനോ അല്ലെങ്കിൽ മഹാദേവനോ പോലും ആകാനായിട്ട് യോഗ്യതയില്ല. ബ്രഹ്മദേവനാകാൻ ചാൻസ് ഉണ്ട്. ഒരു ജീവാത്മാവിന് ഉയരാണ്ട് പറ്റും. മറ്റുള്ള ഉപരിലോകങ്ങളിലൊക്കെ പോയി അനേക കാലം ഇവിടെ നിന്നൊക്കെ പോയി മറ്റുള്ള ഈ ഒരു സ്ഥലമില്ലേ ഭൂമി, ഭൂർലോകത്തിൽ നിന്ന് മറ്റുള്ള ഇതിലേക്ക് പടിപടിയായിട്ട് കയറി ഒരു ജീവാത്മാവിന് വേണ്ട ബ്രഹ്മദേവൻ വരെ ആകാനായിട്ട് പറ്റുമായിരിക്കും. പക്ഷെ അതിന് മുകളിൽ മഹാദേവനാകാനായിട്ടുള്ള യോഗ്യത പോലും നമുക്ക് കിട്ടില്ല എന്നാണ് ഈ ഒരു ഭാവാർത്ഥത്തിൽ. നിങ്ങൾ ആ ഭാവാർത്ഥം വായിച്ചിട്ട് ശരിക്കും മനസ്സിലാക്കി നോക്കിക്കോണം. വളരെ അധികം ബുദ്ധിമുട്ടാണ്. ഗോലോകത്തിൽ പോകാൻ 78 ഈ 64-ലെ 78% എങ്കിലും ക്വാളിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഗോലോകത്തിലേക്ക് പോകാനായിട്ട് പറ്റുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതുപോലെ നമ്മള് ഒരിക്കലും മറ്റുള്ള ദേവന്മാര്
നമ്മളിപ്പം കൃഷ്ണസ്തു ഭഗവാൻ സ്വയം കൃഷ്ണനാണ് എല്ലാം, മറ്റുള്ള ദേവന്മാരെ ഒരു പുച്ഛത്തോടു കൂടി കാണാൻ സാധിക്കുമോ? നമ്മളെക്കാൾ ഒരുപാട് ക്വാളിറ്റി കൂടുതലായതുകൊണ്ടാണ് അവരവിടെ എത്തിച്ചേർന്നത്. അവരെ ഒരിക്കലും പുച്ഛത്തോടെ കാണുമോ അവര് കുറവാണെന്ന് നമ്മൾ ധരിക്കരുത്. കാര്യം നമുക്ക് ആ ഒരു ലെവലിൽ എത്തിച്ചേരാൻ സാധിക്കില്ല. അവരെന്തുകൊണ്ട് ആ പൊസിഷനിൽ എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരുപാട് നാൾ ചെയ്ത ഭഗവാന്റെ അടുക്കൽ ചെയ്ത ഭക്തിയുത സേവനം കൊണ്ടാണ് അവർ ദേവന്മാരെന്നുള്ള പോസ്റ്റിൽ എത്തിയത്. അവരുടെ ആ ഒരു ഗ്രേഡ് നമ്മളെക്കാൾ ഒരുപാട് ഉയർന്നതാണ്. ഈ 64 അവർക്കുള്ള ക്വാളിറ്റീസ് ഒരുപാട് ഉയർന്നുകൊണ്ടാണ് അവർ ആ ഒരു പോസ്റ്റിൽ അല്ല ഇരിക്കുന്നത്. ഈ നാലെണ്ണം ഒന്നുകൂടെ പറഞ്ഞു പ്രഭു. വേണുമാതിരി, ലീലാമാതിരി, ഈ 4 ലീലകൾ ഒന്നുകൂടെ പറഞ്ഞു. 4 രൂപമാധുരി, രൂപമാധുരി, പ്രേമമാധുരി. ആ പിന്നെ വേണുമാതിരി, ആ വേണു, ആ പിന്നെ ലീല. രൂപം, രൂപം, വേണു, ആ, പ്രേമം, ആ. പിന്നെ ലീലാമാധുരി. ലീല. ഭഗവാൻ മാത്രമേ ഉള്ളൂ ലീലാ പുരുഷോത്തമൻ അല്ലേ? ഭഗവാൻ മാത്രമേ ഇത്രയും ലീലകൾ ചെയ്തിട്ടുള്ളൂ അല്ലേ? ഭഗവാൻ മാത്രമേ ഉള്ളൂ വേണു ഉള്ളൂ. ഭഗവാൻ മാത്രമേ ഉള്ളൂ പ്രേമമുള്ളൂ. വേറെ ഒരു ദേവന്മാർക്കും ഇല്ല പ്രേമം എന്ന് പറഞ്ഞ ഒരു ഇത് ഒരാൾക്കും ഇല്ല. അതുപോലെ തന്നെ ഇത്രയും രൂപസൗന്ദര്യം ഉള്ളത് ഭഗവാൻ മാത്രമേ ഉള്ളൂ. ഇപ്പൊ രൂപമാധുരി, വേണുമാധുരി, ലീലാമാധുരി, പ്രേമമാധുരി. പ്രേമം എന്ന് പറയുന്നത് വേറെ ഒരു ദേവീ ദേവന്മാർക്കും കൊടുക്കാൻ പറ്റത്തില്ല. വിഷ്ണുവിന് പോലും പ്രേമം കൊടുക്കാൻ പറ്റത്തില്ല അല്ലേ? കൃഷ്ണൻ ഒഴിച്ച് വേറെ ഒരാൾക്കും ഇല്ല. പ്രേമം എന്ന് പറയുന്ന ഒരു ലെവല് വേറെ ഒരാൾക്കും ഇല്ല. അതുപോലെ ലീല വേറെ ഏതെങ്കിലും ദേവന്മാർ ചെയ്തിട്ടുണ്ടോ? ഇല്ല. കൃഷ്ണൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ ലീലകള്. മഹാദേവനുണ്ടോ? അവർക്ക് ആർക്കും ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ നമ്മള് ശ്രദ്ധിക്കേണ്ടത് ഈ ശതമാനത്തിന്റെ കാര്യം നിങ്ങളത് നോക്കുക. 73% അത് ഈ 64നെ ഇങ്ങനെ പെർസെന്റേജ് ആക്കിയിട്ട് നിങ്ങൾ നോക്കണം. അപ്പൊ കൃത്യമായിട്ട് എത്രയാകുമെന്നുള്ളത് മനസ്സിലാകും. 64 ഇൻറ്റു ഇത്ര ശതമാനം ഇട്ടിട്ട് നിങ്ങൾ നോക്കണം അത് എത്രയാണ് വരുന്ന സംഖ്യ എന്ന്. അതനുസരിച്ചിട്ട് നമുക്ക് ഓരോ ദേവീ ദേവന്മാർക്കുള്ള ശതമാനം മനസ്സിലാക്കാൻ സാധ്യമാകും. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ ശക്കല ലേറ്റ് ആയ എല്ലാവരും ക്ഷമിക്കുക. ഇവിടെ ഞങ്ങൾക്ക് ഇന്നോട്ട് പെരുന്നാളിന്റെ അവധിയൊക്കെ തുടങ്ങി. ഞാൻ നേരത്തെ എടുക്കാം എന്നൊക്കെ വിചാരിച്ചു നിങ്ങളൊന്നും ഉറങ്ങാതിരിക്കാം. പക്ഷെ ഞാൻ ഉറങ്ങിപ്പോയി. ഒന്നാമത് എന്റെ തല നേരെ നിൽക്കുന്നുമില്ല. അങ്ങനെ കുറച്ചു ദിവസമായി ജലദോഷം തുടങ്ങിയിട്ട് ആകെ ചെയ്യാതിരിക്കാം. ഇവിടെ പൊടിക്കാറ്റൊക്കെ ആയിരുന്നു. ക്ലൈമറ്റ് മാറുന്നതിന്റെ ചൂട് കാലാവസ്ഥ തുടങ്ങല്ലേ. അപ്പൊ ഇന്ന് തൊട്ട് നോയമ്പ് തുടങ്ങുകയും ചെയ്തു. അപ്പം ഉച്ച വരെയേ ഉള്ളൂ. 2 മണി വരെയോ ജോലിയുള്ളൂ. 3 മണിയൊക്കെ ആകുമ്പോൾ വീട്ടിലെത്തും. അപ്പൊ ഞാൻ ഓർത്ത് ആ സമയത്ത് ക്ലാസ് എടുത്തിട്ട് കിടന്നുറങ്ങിയാലോ എന്ന് ഓർത്ത് പിന്നെ നല്ല ഉറക്കം വന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനും. അവിടെ ഇരുന്നൊന്നും ഭക്ഷണം കഴിക്കാൻ പറ്റില്ലല്ലോ. കാരണം വീട്ടിൽ വന്നിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. എല്ലാവരും നോയമ്പെടുക്കുന്നവരാണ് കൂടുതലും. എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് ഹരേ കൃഷ്ണ പ്രഭു. ചെയ്യാം. പോയിന്റുകൾ ഉണ്ടോ ആർക്കെങ്കിലും? ശരി, താമസിച്ചു വേറെ നമുക്ക് നിർത്താം. പഞ്ചാകൽപതരൂപശ്ച കൃപാസന്ധി പ്രധാന ഭാവനയ്ക്ക് വൈഷ്ണവിക്കുന്നു. അനന്തോടി വൈഷ്ണവന്തിക്ക് ജായ.